നമ്മുടെ കണ്ണുകളെ അടച്ച് നമ്മെ തന്നെ പൂർണ്ണമായിട്ടും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സകലത്തെയും ഉള്ള കയ്യിൽ വഹിക്കുന്ന മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിന്റെ സന്ധ്യയിൽ കർത്താവെ, പല ഭവനങ്ങളിലായിരുന്ന ഞങ്ങളെല്ലാവരെയും ഒരുമിപ്പിച്ച് കർത്താവ് ഈ അനുഗ്രഹിക്കപ്പെട്ട കൂടാരത്തിൽ ഞങ്ങളെ പാർപ്പിച്ചിരിക്കുന്ന കൃപയ്ക്കായിട്ട് ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആരാധ്യനായ ദൈവമേ, സ്വർഗം അവിടുത്തെ സിംഹാസനവും ഭൂമി അവിടുത്തെ പാദപീഠവുമായിരിക്കാൻ അവിടുത്തെ പാദപീഠത്തിൽ അവിടുത്തെ മക്കളായിരിക്കുന്ന ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അവിടുത്തെ തിരുമുഖത്തേക്ക് നോക്കുവാൻ ഞങ്ങളുടെ ആയുസ്സിൽ ഒരവസരം കൂടി അവിടുന്ന് തന്നല്ലോ. ഞങ്ങൾ കേൾക്കുന്ന വചനം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വചനമനുസരിക്കുന്നവരായിട്ട് മാതൃകയുള്ളവരായിട്ട് ഈ ലോകത്തിലായിരിക്കാൻ ഈ സന്ധ്യ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനായിട്ട് കർത്താവ് ഒരുക്കിയിരിക്കുന്ന ഈ ദേവാലയം ഈ ദേശത്തിനൊരു അനുഗ്രഹമായി തീരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരെ കാലാകാലങ്ങളിൽ വഴി നടത്തിയ അവിടുത്തെ ശക്തി ഞങ്ങളിലും ഞങ്ങളുടെ തലമുറയിലേക്കും ഒഴുകുവാൻ തക്കവണ്ണം അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ദേവാലയത്തിൽ ഞങ്ങളെ നയിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെ നയിക്കുന്ന ഞങ്ങളുടെ അഭിഷിക്തന്മാരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന അവിടുത്തെ അഭിഷിക്തന്മാരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഏലിയാവിൽ നിന്ന് എലീശയിലേക്ക് പകർന്ന ഇരട്ടി ആത്മാവിന്റെ ശക്തി കൊണ്ട് അവിടുത്തെ അഭിഷിക്തന്മാരെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും വ്യക്തികളായിട്ട് കുടുംബങ്ങളായിട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ രോഗികളായിട്ടുള്ളവരുണ്ട് കർത്താവെ, ഞങ്ങളുടെ രോഗികൾക്ക് അവിടുന്ന് സൗഖ്യദായകനായിട്ട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ മാനസികമായി പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് കർത്താവെ, ഞങ്ങളിൽ ജോലിക്കായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട് കർത്താവെ, നീതി നിഷേധിക്കപ്പെടുന്നവരുണ്ട് കർത്താവെ. കണ്ണുനീർ കാണാതെ വണ്ണം അവിടുന്ന് ഞങ്ങളിൽ നിന്ന് കടന്നു പോകുന്നില്ലെന്ന് ഞങ്ങൾ അറിയുന്നു. ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരെയും കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഞങ്ങൾക്ക് അവിടുന്ന് തന്നിരിക്കുന്ന കുടുംബങ്ങളെ അങ്ങ് തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കുടുംബ ജീവിതത്തിൽ കർത്താവെ നല്ല അപ്പനായി, നല്ല അമ്മയായി, നല്ല മക്കളായിട്ട് കർത്താവെ നസ്രത്തിലെ കുടുംബം പോലെ ഞങ്ങളുടെ കുടുംബത്തെ കർത്താവ് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബ ജീവിതത്തിന്റെ സ്വരച്ചേർച്ചയില്ലായ്മകളെ അറിയുന്ന ദൈവമേ, ഞങ്ങളുടെ രഹസ്യമായ വേദനകളെ അറിയുന്നവനായ ദൈവമേ, അവിടുത്തെ ശക്തമായ സാന്നിധ്യം ഞങ്ങളുടെ ഭവനങ്ങളിൽ പാളയമിറങ്ങുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവ ശാലോം, സൗഖ്യം, സമാധാനത്തിന്റെ ദൈവമേ, ഞങ്ങളുടെ ഭവനത്തിലേക്ക് അവിടുന്ന് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രോഗങ്ങളെ അവിടുന്ന് വഹിച്ച കർത്താവെ, യഹോവ റാഫ, സൗഖ്യദായകൻ, യഹോവയുടെ അടിപ്പിണറാൽ കർത്താവെ, അവിടുത്തെ അടിപ്പിണറാൽ ഞങ്ങൾക്ക് സൗഖ്യമുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കുടുംബ ജീവിതങ്ങൾ മാതൃകയുള്ളതായി തീരണമേ. ദാനമായിട്ട് കർത്താവ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന പൈതങ്ങളെല്ലാം അങ്ങേ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. പഠനത്തിനായിട്ട്, ജോലിക്കായിട്ട്, വ്യക്തികളായിട്ട്, കുടുംബങ്ങളായിട്ട് ഈ ദേശത്തിലും അന്യദേശങ്ങളിലും അന്യ രാജ്യങ്ങളിലും ഒക്കെ കടന്നുപോയിട്ടുള്ള ഞങ്ങളുടെ മക്കളെ കർത്താവെ അവിടുത്തെ ചിറകിന്റെ മറവിൽ അവിടുന്ന് സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടനൂടാടി സഞ്ചരിക്കുന്ന ലോകത്തിൽ അഹങ്കാരികളുടെ കയ്യിൽ അകപ്പെടാതെ അവിടുത്തെ സ്ലീബായുടെ മറവിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം സംരക്ഷിക്കപ്പെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നടക്കേണ്ട വഴിയിൽ കർത്താവെ അവിടുത്തെ ദൂതന്മാർ അവരെ നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസത്തെ കർത്താവെ അനന്തര തലമുറയിലേക്ക് കൊടുക്കുവാൻ തക്കവണ്ണം പ്രാപ്തിയുള്ള മക്കളാക്കി ഞങ്ങളുടെ മക്കളെ അവിടുന്ന് വളർത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വാർദ്ധക്യത്തിൽ എത്തിയിരിക്കുന്ന മാതാപിതാക്കന്മാരെ അവിടുത്തെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. നരക്കുവോളം ഞാൻ നിന്നെ ചുമക്കാമെന്ന് വാഗ്ദത്തം ചെയ്തവനെ ബലം ക്ഷയിക്കുമ്പോൾ ബലവാനായിട്ട് അവിടുന്ന് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യൗവനക്കാർക്ക് നല്ല വഴിയും വാതിലും കർത്താവ് തന്നെ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിയോടെ ജീവിപ്പാൻ ഞങ്ങളുടെ യൗവനക്കാർക്ക് കർത്താവെ നല്ല ആത്മബോധം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബാലികാ ബാലന്മാരെ അങ്ങ് തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ. നടക്കേണ്ട വഴി ഇതാകുന്നു എന്ന് ബാല്യം മുതൽക്ക് തന്നെ ശീലിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരോടുകൂടെ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവിധ ആവശ്യങ്ങളെയും അറിയുന്നവനായ ദൈവമേ, അവിടുത്തെ തിരുസന്നിധിയിൽ അസാധ്യമായിട്ടൊന്നുമില്ല കർത്താവെ. അപ്രകാരം തന്നെ അവിടുത്തെ തിരുസന്നിധിയിൽ മറവായിട്ടുള്ളതും ഒന്നുമില്ല. ഞങ്ങളെ തന്നെ പൂർണ്ണമായിട്ടും അങ്ങ് തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. അല്പസമയം ഞങ്ങളെ തന്നെ താഴ്ത്തി അവിടുത്തെ തിരുസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. വചനം അവിടുത്തേതാണ്. വചനത്തെ വേർതിരിക്കുന്നത് അവിടുത്തെ പരിശുദ്ധാത്മാവാണ്. വചനം ശ്രവിക്കുന്നത് അവിടുത്തെ ജനവുമാകിയാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ സാന്നിധ്യമേ ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലതും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും ആദരണീയരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ക്രിസ്തയേശുവിന് ഏറ്റവും പ്രിയങ്കരായ കുഞ്ഞുങ്ങളെ, ഏവർക്കും ക്രിസ്തയേശുവിന്റെ നിസ്തുലമായ നാമത്തിൽ സ്നേഹ വന്ദനം.
അതിപരിശുദ്ധമായ പരിപാവനമായ ഒരു കൺവെൻഷൻ കാലം കൂടെ ഈ ഇടവകയുടെ ചരിത്രത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നോട്ടീസിൽ കണ്ടു 85ാമത് കൺവെൻഷൻ അല്ലെങ്കിൽ സുവിശേഷ യോഗം. ഒരു വർഷം കൂടെ ഒരു സുവിശേഷ യോഗം കൂടെ നമ്മളുടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയപ്പോൾ ഇവിടെ ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സങ്കീർത്തനം ഏതാണെന്ന് പറയാമോ? സങ്കീർത്തനം 122 സങ്കീർത്തനത്തിന്റെ 6 വാക്യം മുതൽ ഇപ്രകാരം വായിച്ചു: യെരൂശലേമിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പിൻ, നിന്നെ സ്നേഹിക്കുന്നവർ സ്വൈര്യമായി ഇരിക്കട്ടെ. നിന്റെ കൊത്തളങ്ങളിൽ സമാധാനവും നിന്റെ അരമനകളിൽ സ്വൈര്യവും ഉണ്ടാകട്ടെ. എന്റെ സഹോദരന്മാരും കൂട്ടാളികളും നിമിത്തം നിന്നിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയും. നമ്മുടെ ദൈവമായ യഹോവയുടെ ആലയം നിമിത്തം ഞാൻ നിന്റെ നന്മ അന്വേഷിക്കും. ഈ പുതിയ വർഷത്തിന്റെ ആദ്യ മാസത്തിൽ തന്നെ നമ്മൾ ഇവിടേക്ക് കടന്നു വന്നപ്പോൾ യെരൂശലേമിന്റെ സമാധാനത്തിനായിട്ട് പ്രാർത്ഥിക്കുവാനാണ് ഇന്നിന്റെ ദിവസം ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. യെരൂശലേം എന്ന വാക്കിന്റെ അർത്ഥം സമാധാനത്തിന്റെ നഗരം എന്നാണല്ലോ. യെരൂശലേമിന്റെ സമാധാനത്തിനായിട്ട് പ്രാർത്ഥിക്കുവാൻ നാം ആവശ്യപ്പെടുമ്പോൾ പുത്തൻ യെരൂശലേമായിരിക്കുന്ന നമ്മളോട് ഓരോരുത്തരോടും ഈ ജീവിതത്തിൽ ഈ ലോകത്തിൽ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നാം പലപ്പോഴും പരസ്പരം പറയാറുണ്ട്. എന്നാൽ ഈ ദേശത്തിന്റെ രാജ്യത്തിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും ഈ ഭൂമിയുടെ മുഖത്ത് ദൈവം ഒരിക്കൽ കൂടെ നിർത്തിയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ സ്നേഹിക്കുന്നവർ സ്വൈര്യമായിരിക്കട്ടെ, നിങ്ങളുടെ കൊത്തളങ്ങളിൽ സമാധാനവും നിങ്ങളുടെ അരമനകളിൽ സ്വൈര്യവും ഉണ്ടാകട്ടെ. ഇന്ന് സ്വൈര്യവും സമാധാനവും നഷ്ടപ്പെടുന്ന ഈ ലോകത്തിൽ നാം ഓരോരുത്തരും ആയിരിക്കുമ്പോൾ ഈ സമാധാനം വീണ്ടെടുക്കുവാൻ വേണ്ടി നമ്മുടെ വചന കേൾവികളും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ നമസ്കാരങ്ങളും ഒക്കെ കാരണമാകണം. കാരണം നമുക്കറിയാം, കഴിഞ്ഞ വർഷം ഒരുപക്ഷെ നമ്മളോടൊപ്പം ഇരുന്ന് വചനം കേട്ടവർ, പെരുന്നാളുകൾ ആഘോഷിച്ചവർ, കൺവെൻഷൻ യോഗം കഴിഞ്ഞ് ചിരിച്ച് മടങ്ങിപ്പോയവർ പലരും ഇന്ന് ഭൂമിയുടെ മുഖത്തു നിന്ന് മാറ്റപ്പെട്ടപ്പോഴും പലരും രോഗത്തിന്റെ കിടക്കയിലായിരിക്കുമ്പോഴും പലരും ഇന്ന് വരുവാൻ സാധിക്കാതിരിക്കുന്ന അവസ്ഥയിലായിരിക്കുമ്പോൾ ഒരിക്കൽ കൂടെ നമ്മെ ഓരോരുത്തരെയും ദൈവം ഇവിടെ വചനത്തിന്റെ സന്ധിയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് നമ്മുടെ നീതി നിമിത്തമോ, പ്രാർത്ഥനയുടെ വലിപ്പം നിമിത്തമോ, കുടുംബ മഹിമ നിമിത്തമോ, ജോലി നിമിത്തമോ ഒന്നുമല്ല, മറിച്ച് ദൈവത്തിന്റെ ദീർഘക്ഷമയും മഹാസഹിഷ്ണുതയും ഒന്നുകൊണ്ട് മാത്രമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43 അധ്യായത്തിന്റെ 18 വാക്യം ഇപ്രകാരം പറയുന്നു: മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിങ്ങൾ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയത് ഒന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അത് അറിയുന്നില്ലയോ? പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ അനുവാദവും അവസരവും തന്നിട്ട് എന്നോടും നിങ്ങളോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്: മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിങ്ങൾ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതായിട്ട് ഒന്ന് ചെയ്യുന്നു. പുതിയൊരു വർഷം നമ്മൾക്ക് നൽകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷകളുണ്ട്, നമുക്ക് ഒരുപാട് പ്രത്യാശകളുണ്ട്, നമുക്ക് പലപ്പോഴും ആഗ്രഹമുണ്ട്. നടക്കാത്ത നമ്മുടെ ജീവിതത്തിന്റെ പല കാര്യങ്ങളും ഒന്ന് ഈ വർഷം നടന്നു കിട്ടിയിരുന്നുവെങ്കിൽ, എന്റെ മോന്റെ ജോലി ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ, എന്റെ മോളുടെ വിവാഹം ഒന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ, ഞങ്ങളുടെ ഭവനത്തിൽ സമാധാനം ഉണ്ടായിരുന്നെങ്കിൽ, എന്റെ മക്കളൊന്ന് പഠിച്ചിരുന്നെങ്കിൽ, എന്റെ കുടുംബത്തിൽ ഒരു സ്വസ്ഥത ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ജനത്തോട് 2019 ആദ്യത്തെ മാസത്തിൽ യഹോവയാം ദൈവം ഇതിന്റെ സന്ധിയിൽ നമ്മോട് അരുളി ചെയ്യുകയാണ്: മുമ്പുള്ള കാലത്തിന്റെ കണ്ണുനീർ നീ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നീ നിരൂപിക്കുകയും വേണ്ട. ഇതാ നിന്റെ ദൈവം പുതിയതൊന്ന് നിനക്ക് വേണ്ടി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ആത്മാവിൽ ഹൃദയത്തിൽ നാം വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം നമ്മോട് പുതിയ അത്ഭുതങ്ങൾ ചെയ്യുവാൻ മതിയായ ദൈവമാണ്. പുത്തൻ ഇസ്രായേലായിരിക്കുന്ന നമ്മളിവിടെ പാട്ടുകാരോടൊപ്പം ചേർന്ന് പാടി യഹോവ ദൈവമാം വിശുദ്ധ. അതിനുശേഷം നിങ്ങൾ ആവർത്തിച്ചു മാറി ഇതുപോലൊരു ജാതി. ഏതൊരർത്ഥത്തിൽ ചോദിച്ചാലും ഇതുപോലൊരു ആ ജാതി വേറെ ഉണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ദൈവത്താൽ നയിക്കപ്പെടുന്ന ദൈവത്തിന്റെ ജനം, പുത്തൻ ഇസ്രായേൽ എന്ന അവകാശം, യഹോവ അനുഗ്രഹിക്കുന്ന ജാതി എന്നൊരു അവകാശം നമ്മുടെ മേൽ ഇട്ടിരിക്കുന്നു എന്നതാണ് നമ്മുടെ മേലുള്ള ഏറ്റവും വലിയ വാഗ്ദത്തം. പ്രിയരെ, അപ്രകാരം നമ്മെ പുത്തൻ ഇസ്രായേൽ ആക്കുന്നുവെങ്കിൽ പഴയ ഇസ്രായേലിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ? പഴയ ഇസ്രായേലിന്റെ പ്രത്യേകത എന്തായിരുന്നു? പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിതൂണായിട്ടും ഇസ്രായേലിനെ വഴി നടത്തിയ ഇസ്രായേലിന്റെ പരിശുദ്ധനായ ദൈവം തന്റെ ജനത്തിന് വിശന്നപ്പോൾ മന്നയും തന്റെ ജനത്തിന് ദാഹിച്ചപ്പോൾ മാറായിലെ കൈപ്പുള്ള ജലത്തെ മാധുര്യമാക്കി കൊടുക്കുകയും ചെയ്ത ഇസ്രായേലിന്റെ പരിശുദ്ധനായ ദൈവം തന്റെ ജനത്തിന്റെ വസ്ത്രം ജീർണിക്കാതെയും തന്റെ ജനം തളർന്നു പോകാതെയും ഇരിക്കാൻ അനുദിനം ശ്രദ്ധയോടുകൂടി വീക്ഷിച്ചിരുന്ന ഇസ്രായേലിന്റെ പരിശുദ്ധനായ ദൈവത്തിൽ നിന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാതെ വരുമ്പോൾ പലപ്പോഴും ഇസ്രായേൽ ജനം യഹോവയ്ക്കെതിരെ പിറുപിറുത്തു. യഹോവയ്ക്കെതിരെ പിറുപിറുക്കുന്ന ഒരു അനുഭവം
പഴയ ഇസ്രായേലിന്റെ ജീവിതത്തിൽ ഉണ്ടായി. എന്നാൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത എന്തെല്ലാം സന്തോഷങ്ങൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടു. കേട്ടിട്ടില്ലാത്ത സന്തോഷ വാർത്തകൾ കേട്ടു. വസിച്ചിട്ടില്ലാത്ത വീടുകളിൽ വസിച്ചു. കഴിച്ചിട്ടില്ലാത്ത ആഹാരങ്ങൾ നമ്മൾ കഴിച്ചു. എങ്കിലും ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യത്തിൽ, ദുഃഖത്തിൽ, നിരാശയിൽ, പ്രയാസങ്ങളിൽ നമ്മളും പലപ്പോഴും ദൈവത്തിനെതിരെ പിറുപിറുക്കുന്നവരാകുന്നു എങ്കിൽ എങ്ങനെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും? യേശുതമ്പുരാൻ പറഞ്ഞു, എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിക്കുന്നവൻ തന്നെ തന്നെ ത്യജിച്ച് തന്റെ കുരിശുമെടുത്ത്. നമുക്കെല്ലാം കുരിശിഷ്ടമാണ്. എവിടെയാണ്? പൊന്മാലയുടെ അറ്റത്തിലൊരു പൊൻകുരിശ് തൂക്കിയിടാൻ നമുക്ക് ഇഷ്ടമാണ്. എന്നാൽ മറിച്ച് ജീവിതത്തിന്റെ കുരിശുകളെ താങ്ങുവാൻ നമുക്ക് ഇഷ്ടമല്ല. ഇപ്രകാരം ഇസ്രായേൽ ജനം യഹോവയ്ക്കെതിരെ പിറുപിറുത്തുകൊണ്ടിരുന്നപ്പോൾ ഇസ്രായേൽ ജനത്തെ മോശയ്ക്ക് ശേഷം നയിച്ചവനായ യോശുവ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തില് ഇസ്രായേൽ ജനത്തോട് പറയുന്നുണ്ട്, അത്ഭുതങ്ങളും അടയാളങ്ങളും അന്വേഷിക്കുന്ന ദൈവത്തിന്റെ ജനമേ, നിങ്ങൾ എന്തു ചെയ്യണം? ഈ പുതിയ വർഷത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങളുടെ ഭവനത്തിലും ജീവിതത്തിലും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടതെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുക. യോശുവ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ഈ വഴിക്ക് നിങ്ങൾ മുൻപേ പോയിട്ടില്ലല്ലോ. പിന്നെ യോശുവ തന്റെ ജനത്തോട്, നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ, എന്നാൽ യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും. ഈ വഴിക്ക് നിങ്ങൾ മുൻപേ പോയിട്ടില്ലല്ലോ. എന്നാൽ യോശുവ തന്റെ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ. പുതിയൊരു വർഷത്തിലേക്ക് കയറുവാൻ, വചനത്തിന്റെ കേൾവിയിലേക്ക് വരുവാൻ എന്റെ ദൈവം എനിക്ക് അനുവാദം തന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് എന്റെ ദൈവം പറയുകയാണ്, ദൈവം നിന്റെയും എന്റെയും ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കണമെങ്കിൽ നാം എന്തു ചെയ്യണം? നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കണം. നാം എന്ത് ചെയ്യണം? ഇവിടെ അച്ഛൻ പറഞ്ഞു, ഞാൻ 4 വർഷം പുതുശ്ശേരി സ്കൂളിലായിരുന്നു, ഇപ്പോൾ MGM സ്കൂളിലാണ്. അപ്പൊ എന്റെ കൂടെയുള്ള സഹപ്രവർത്തകരൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട്. അപ്പൊ ഞങ്ങൾ അധ്യാപകർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? എന്തെങ്കിലുമൊക്കെ ചോദിക്കും, നിങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉത്തരങ്ങൾ പ്രതീക്ഷിക്കും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു ഇളം തണുപ്പൊക്കെ ഉണ്ട്. കർത്താവിൽ നിദ്ര പ്രാപിക്കും. കർത്താവിൽ നിദ്ര പ്രാപിക്കാതിരിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചോദിക്കും, ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറയുകയും ചെയ്യണം. ഇതാ ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ നിങ്ങളുടെ മുൻപിൽ ഒരു വഴി തുറന്നു വെച്ചിരിക്കുകയാണ്. എന്താണ് ആ വഴി? നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ, എന്നാൽ യഹോവ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. എങ്ങനെയാണ് നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കേണ്ടത്? വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ യേശു തമ്പുരാൻ തന്റെ ജനത്തോട് പറയുകയാണ്, ഞാൻ നിങ്ങളോട് പ്രസ്താവിക്കുന്ന വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീരും. ഞാൻ നിങ്ങളോട് പറയുന്ന വചനം നിമിത്തം, നിങ്ങളോട് പ്രസ്താവിക്കുന്ന വചനം നിമിത്തം ശുദ്ധീകരണം പ്രാപിക്കണം. വചനം കേട്ടിട്ട് മടങ്ങിപ്പോകുന്നവരാകരുത്. നിങ്ങളുടെ നോട്ടീസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നോട്ടീസ് എന്നൊരു കളർഫുൾ ആണ്. ഓരോരുത്തരുടെയും ഫോട്ടോയൊക്കെ കൊടുത്തിട്ട്, അപ്പൊ ഞാൻ ഞെട്ടി. ആദ്യത്തെ ദിവസം യൗസേബിസ് തിരുമേനി, കൊള്ളാം, വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ. ഇന്നലെ ഫിലിപ്പ് തരകനച്ചൻ, അതിഭയങ്കരമായ വചനത്തിന്റെ സ്രോതസ്. ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ കടന്നു വന്നതുകൊണ്ട് അവർക്ക് മാർക്കിട്ടിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നവരല്ല. ഞാൻ നിങ്ങളോട് പ്രസ്താവിക്കുന്ന വചനം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എന്താണ് എനിക്കും നിങ്ങൾക്കും വചനമനുസരിക്കുവാൻ തടസ്സമായിരിക്കുന്നത്? എന്താണ്? ഉന്നതനും ശാശ്വതവാസിയും മഹാപരിശുദ്ധനെന്ന് നാമമുള്ളവനുമായ ഞാൻ താഴ്മയും മനോവിനയവും ഉള്ളവനാകയാൽ താഴ്മയുള്ളവരുടെയും മനോവിനയം ഉള്ളവരുടെയും ഹൃദയത്തിൽ മാത്രം വസിക്കുന്നു. ഉന്നതനും ശാശ്വതവാസിയും മഹാപരിശുദ്ധനെന്ന് നാമമുള്ളവനുമായ ഞാൻ താഴ്മയും മനോവിനയവും ഉള്ളവനാകയാൽ താഴ്മയുള്ളവരുടെയും മനോവിനയമുള്ളവരുടെയും ഹൃദയത്തിൽ വസിക്കുന്നു. നാം ആദ്യമായി ശുദ്ധീകരിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തെയാണ്. ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞാനും നിങ്ങളും. ഈ ഭൂമിയിൽ ജീവിച്ചാൽ മാത്രം പോരാ, അനുഗ്രഹം അനുഭവിക്കണം. ഈ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെടണം. ഞാൻ അനുഗ്രഹിക്കപ്പെടണം, എന്റെ ഭവനം അനുഗ്രഹിക്കപ്പെടണം, എന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടണം, എന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും. ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ നാം അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെയില്ല. എന്നാൽ ഇസ്രായേൽ ജനം ഇപ്രകാരം ആഗ്രഹിച്ചപ്പോൾ ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിന്റെ 19-ാം വേദവാക്യത്തിൽ യഹോവയാം ദൈവം തന്റെ ജനത്തോട് അരുളി ചെയ്തു. ഇന്നിന്റെ സന്ധ്യയുടെ ചിന്തക്കായി നമുക്ക് വേർതിരിക്കാം. ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം പറയുന്നു, ജീവനും മരണവും അനുഗ്രഹവും ശാപവും ഇതാ ഞാൻ നിങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്നു എന്നതിന് ആകാശത്തെയും ഭൂമിയെയും ഞാൻ ഇന്ന് സാക്ഷി
സാക്ഷി വയ്ക്കുന്നു. ജീവനും മരണവും അനുഗ്രഹവും ശാപവും ഇതാ ഞാൻ നിങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്നു. ഇത് ഭൂമിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ദൈവം ഇന്നിന്റെ സന്ധ്യയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുക, ഈ ജീവനും അനുഗ്രഹവും ഒന്നും സ്വർഗത്തിലല്ല വെച്ചിരിക്കുന്നത്. അതെവിടെയാ വെച്ചിരിക്കുന്നത്? ഇതാ ഞാൻ നിന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു എന്നതിന് ആകാശത്തെയും ഭൂമിയെയും ഞാൻ ഇന്ന് സാക്ഷി വയ്ക്കുന്നു. ജീവനും മരണവും അനുഗ്രഹവും ശാപവും നമുക്കതിനെ രണ്ടായി തരംതിരിക്കാം. ഒന്ന്, ജീവനും മരണവും ഇതാ മുൻപിൽ വെച്ചിരിക്കുന്നു. ജീവനും മരണവും നിങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുമ്പോൾ നിങ്ങൾ എന്തിനെ തിരഞ്ഞെടുക്കും? എന്തിനെ തിരഞ്ഞെടുക്കും? എന്തിനെ തിരഞ്ഞെടുക്കും? ജീവനെ തിരഞ്ഞെടുക്കും. ഞാൻ ജീവിക്കണം, എന്റെ മക്കള് ജീവിക്കണം. നമ്മുടെ മുൻപിൽ ജീവനും മരണവും വെക്കുമ്പോൾ നാം ജീവനെ തിരഞ്ഞെടുക്കും. എവിടെയാണ് ദൈവം ഈ ജീവൻ വെച്ചിരിക്കുന്നത്? സദൃശ്യവാക്യം 18-ാം അധ്യായത്തിന്റെ 21-ാം വേദഭാഗം പറയുന്നു, ജീവനും മരണവും നാവിന്റെ അധികാരത്തിലാണ് ഇരിക്കുന്നത്. ജീവനും മരണവും നാവിന്റെ അധികാരത്തിലാണ് ഇരിക്കുന്നത്. എന്റെ നാവിനെ ഒരു പുതിയ വർഷത്തിൽ നിയന്ത്രിക്കുവാൻ എനിക്ക് സാധിക്കുന്നുവെങ്കിൽ ഒരുപക്ഷെ ഞാനും എന്റെ തലമുറയും ഈ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കുവാൻ തയ്യാറാവും. അതാണ് യാക്കോബ് ശ്ലീഹ തന്റെ ലേഖനത്തിൽ 3-ാം അധ്യായം ഉടനീളം പറയുകയാണ്, നാവ് ചെറിയൊരവയവമെങ്കിലും അത് തീയാകുന്നു. ചെറിയ തീയ വലിയ കാടിനെ കത്തിക്കുന്നു. ചെറിയ തീയ വലിയ കാടിനെ കത്തിക്കുന്നു. പ്രിയരെ, നമുക്കൊന്ന് ഓർത്തു നോക്കാം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് ചോദന ചെയ്യാം. പലപ്പോഴും എന്റെ നാവിനെ എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്തത് നിമിത്തം എന്റെ ഭവനത്തിൽ, ഞാൻ ആയിരിക്കുന്ന സ്ഥലത്തിൽ, എന്റെ ദേവാലയത്തില് എന്റെ നാവിനെ നിയന്ത്രിക്കുവാൻ സാധിക്കാതെ വന്നു കഴിയുമ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഞാൻ നിമിത്തമുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, എന്റെ ന്യായീകരണങ്ങൾ നിമിത്തമുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അതാണ് യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തില് നമ്മളോട് പറയുകയാണ്, നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാണിടാതെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് ഭക്തനെന്നു നിരൂപിച്ചാൽ നിന്റെ ഭക്തി ദൈവസന്നിധിയിൽ വ്യർത്ഥമാകുന്നു. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 26-ാം വാക്യം. നമ്മളെല്ലാം ഭക്തന്മാരാണ്. അതുകൊണ്ടാണ് എത്രയോ പേര് ഇന്ന് ഭവനത്തിൽ സുഖമായിട്ടിരിക്കുമ്പോഴും നമ്മൾ മെനക്കെട്ട് ഇങ്ങോട്ട് കടന്നു വന്നിരിക്കുന്നത്, ആരാധനയിൽ സംബന്ധിക്കുന്നതെന്ന് അവകാശപ്പെടുന്നത്. എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മോട് ഓർമ്മിപ്പിക്കുകയാണ്, ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാണിടാതെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ തന്റെ ഭക്തി ദൈവസന്നിധിയിൽ വ്യർത്ഥമാകുന്നു. ഇതിലൊന്ന് അണ്ടർസ്റ്റുഡ് ആയ കാര്യമാണ്. എന്ത്? നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കാത്തവന് ഹൃദയത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാണിടാതെ ഹൃദയത്തെ വഞ്ചിക്കുന്നു. നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കണമെങ്കിൽ നാം എന്തു ചെയ്യേണ്ടിയിരിക്കുന്നു? നാം വിശുദ്ധിയിലേക്ക് വളരണമെങ്കിൽ നാം എന്തു ചെയ്യേണ്ടിയിരിക്കുന്നു? നമ്മുടെ നാവിനെ നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, അച്ഛാ എനിക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ വല്ലതൊക്കെ ഒന്ന് പറയുന്നേ ഉള്ളൂ, എന്റെ മനസ്സിലെങ്ങും എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നു, ഹൃദയം നിറഞ്ഞു കവിയുന്നു അത്രേ. രണ്ടും നിങ്ങൾ തന്നെ പറയാം. ഹൃദയം നിറഞ്ഞു കവിയുന്നത് അത്രേ വായ സംസാരിക്കുന്നത്. എന്റെ ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് വായ സംസാരിക്കുന്നത്. അപ്പോഴെങ്കിലും എന്റെ ഹൃദയത്തിൽ ഒന്നുമില്ലാഞ്ഞിട്ടാണോ എന്റെ വായിൽ ഞാൻ മോശമായ ഭാഷകളും എന്റെ അരിശവും കോപവും പുറത്തേക്ക് ഞാൻ കാണിക്കുന്നത്? ദൈവിക സ്വഭാവം പലപ്പോഴും നമ്മളിൽ നിന്ന് അന്യം നിന്നു പോയിട്ട് യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം എന്ന് പാടിയത് കൊണ്ട് കാര്യമാകുന്നുണ്ടോ പ്രിയരെ? നമ്മുടെ ജീവിതത്തിൽ അപ്രകാരമായിരിക്കണമെങ്കിൽ ഒന്നാമതായി ജീവനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കണം. കാരണം അബ്രഹാമിന്റെ ഹൃദയം വിശ്വാസം കൊണ്ട് നിറച്ചപ്പോൾ വിശ്വാസികളുടെ പിതാവെന്നറിയപ്പെട്ടു. ശലോമോൻ തന്റെ ഹൃദയം വിജ്ഞാനം കൊണ്ട് നിറച്ചപ്പോൾ ജ്ഞാനികളിൽ ജ്ഞാനി എന്നറിയപ്പെട്ടു. കയീൻ തന്റെ ഹൃദയം ദുഷ്ടത കൊണ്ട് നിറച്ചപ്പോൾ സഹോദരന്റെ കുലപാതകിയായി. യൂദ തന്റെ ഹൃദയം ദ്രവ്യാഗ്രഹം കൊണ്ട് നിറച്ചപ്പോൾ ഗുരുവിന്റെ ഒറ്റുകാരനായി മാറി. മറിയാം തന്റെ ഹൃദയത്തെ പരിശുദ്ധി കൊണ്ട് നിറച്ചപ്പോൾ ദൈവമാതാവെന്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. പ്രിയരെ, ഇന്നിന്റെ സന്ധ്യയിൽ ദൈവത്തിന്റെ വചനമേ എന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണമേ. ദൈവത്തിന്റെ വചനമേ എന്റെ നാവിനെ ശുദ്ധീകരിക്കണമേ. എന്റെ അയൽക്കാരന്റെ അല്ല, എന്റെ സഹോദരന്റെ അല്ല, എന്റെ ജീവിത പങ്കാളിയുടേതല്ല, എന്റെ നാവിനെയും എന്റെ ഹൃദയത്തെയും ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നില്ല എങ്കിൽ വചന കേൾവി വ്യർത്ഥമാണെന്ന് പരിശുദ്ധ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. എന്തിനാണ് നാം ജീവിക്കേണ്ടത്? അല്ല, എന്തിനാണ് നമ്മുടെ നാവിനെ നിയന്ത്രിക്കേണ്ടത്? പത്രോസ് ശ്ലീഹയുടെ ലേഖനം 1 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പറയുന്നു, ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം കൂടാതെ തന്റെ നാവിനെയും വ്യാജം പറയാതെ തന്റെ അധരത്തെയും
കാത്തുകൊള്ളണം. ദോഷം വിട്ടകന്നോ. ജീവനെ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, ശുഭകാലം കാണാൻ ഞാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ, ശുഭകാലം, നല്ല കാലം, വരുവാനുള്ള കാലം, മക്കളുടെ കാലം, തലമുറകളുടെ കാലം കാണണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ ഞാൻ എന്തു ചെയ്യണം? ദോഷം കൂടാതെ എന്റെ നാവിനെയും വ്യാജം പറയാതെ എന്റെ അധരത്തെയും കാത്തുകൊള്ളണം. നമ്മൾ പലപ്പോഴും പറയും, ഞാൻ ഉള്ളതല്ലേ പറഞ്ഞത്, ഉള്ളതല്ലേ പറഞ്ഞത്. ഈ വഴിയിലും അങ്ങ് അച്ഛനോട് പറഞ്ഞു, അയ്യത്തും എന്താ പറയാ മതിലേലും ഒക്കെ ചാരിയിരുന്ന് എന്തെങ്കിലും ഒരു അറ്റം കേട്ടിട്ട് പറയും, അച്ഛൻ പറഞ്ഞത് ശരിയാണോ? പണ്ടിങ്ങനെ അല്ലായിരുന്നു. ദോഷം പറയാതെ എന്റെ നാവിനെയും വ്യാജം പറയാതെ എന്റെ അധരത്തെയും കാത്തുകൊള്ളണം. പിന്നെയോ ദോഷം വിട്ടകന്ന് ഞാൻ ആർക്കും ഒരു ദോഷവും ചെയ്യാറില്ല എന്ന് വളരെ നീട്ടി സംഗീതാത്മകമായി നാം പലപ്പോഴും പറയാറുണ്ട്. എന്നാൽ ദോഷം വിട്ടകന്നോ. ഈ പുതിയ വർഷത്തിൽ ഗുണം ചെയ്യുവാൻ നാം നമ്മെ തന്നെ ശീലിപ്പിക്കണം. അല്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ യഹോവയാം ദൈവം പറയുന്നുണ്ട്, യഹോവയുടെ ജനം കുതിര പടയ്ക്കു പായുന്നത് പോലെ ഓടുന്നു, പെരിഞ്ഞാറയും കൊക്കും മീവൽ പക്ഷിയും അതതിന്റെ മടങ്ങിവരവിന്റെ കാലം അറിയുന്നു. എന്റെ ജനമോ, ഞങ്ങൾ ജ്ഞാനികൾ, യഹോവയുടെ ന്യായപ്രമാണം ഞങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന് അവകാശപ്പെടുന്നു, എന്നാൽ അവർ അപ്രകാരം ചെയ്യുന്നില്ല എന്ന് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 6-ാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പറയും, കർത്താവെ, ഞാൻ പ്രാർത്ഥിക്കാഞ്ഞിട്ടാണോ, ഞാൻ ഉപവസിക്കാഞ്ഞിട്ടാണോ, ഞാൻ നോമ്പ് നോക്കാഞ്ഞിട്ടാണോ എന്റെ മുൻപിൽ മാത്രം വാതിലുകൾ അടഞ്ഞു പോകുന്നു? അപ്പോൾ പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കും, സ്തുതിയനുതാപക്കാർ മുൻപിൽ ആരുടെ മുൻപിലാണ് വാതിൽ തുറക്കുന്നത്? സ്തുതി അനുതാപക്കാരുടെ മുൻപിൽ വാതിൽ തുറക്കുമെന്നാണ്. സ്തുതിക്കുന്ന നാവുകൾ മാത്രം ദൈവത്തിന് ആവശ്യമില്ല. കാരണം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ പെരുവെള്ളത്തിന്റെ ഇരമ്പൽ പോലെ യഹോവ പരിശുദ്ധൻ 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 എന്ന് 9 വൃന്ദം മാലാഖമാർ സ്തുതിക്കുന്ന മഹാപരിശുദ്ധനായ ദൈവത്തിന് നമ്മുടെ സ്തുതികൾ മാത്രമല്ല ആവശ്യം, മക്കളെന്ന അവകാശത്തിൽ അനുതാപമുള്ള ഹൃദയമാണ് ആവശ്യം. ജീവനെ ഞാൻ കാംക്ഷിക്കുന്നുവെങ്കിൽ, ശുഭകാലം കാണുവാൻ ഞാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ, ദോഷം കൂടാതെ എന്റെ നാവിനെയും വ്യാജം പറയാതെ എന്റെ അധരത്തെയും നാം കാത്തുകൊള്ളണം. ദോഷം വിട്ടകന്ന് നാം ഗുണം ചെയ്യണം. ഈ ഭൂമിയിൽ ജീവിച്ച വിശുദ്ധന്മാരുടെ സന്നിധിയിൽ ഓരോ പെരുന്നാളിലും മാറി മാറി കണ്ണുനീർ പൊഴിക്കുവാൻ മടിക്കാത്തവരല്ലേ നമ്മള്? നവംബർ മാസത്തില് നമ്മള് പരുമലയിൽ പോകും, മെയ് മാസത്തിൽ നമ്മള് പുതുപ്പള്ളിയിൽ പോകും, ഫെബ്രുവരി മാസത്തിൽ നമ്മള് വട്ടശ്ശേരി തിരുമലയുടെ കബറിൽ പോകും. അങ്ങനെ ഓരോരുത്തടത്തും മാറി മാറി പോകുമ്പോൾ ശുദ്ധിമാന്മാരും ശുദ്ധിമതികളും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ഓരോ പരിശുദ്ധ കുർബാനയിലും നമസ്കാരത്തിലും നമ്മൾ പാടും, ജീവകരം മൃതികരമെന്നേവം കണ്ടിരുൾ സരണികൾ സഹദേന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലയോ മക്കളെ, ജീവകരവും മൃതികരവുമായ വഴികൾ അന്ന് ഞങ്ങളുടെ മുൻപിലും ഉണ്ടായിരുന്നു. ഓരോ പെരുന്നാളുകളിലും ശുദ്ധിമാന്മാരും ശുദ്ധിമതികളും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, അല്ലയോ മക്കളെ, ജീവകരവും മൃതികരവുമായ വഴികൾ ഞങ്ങളുടെ മുൻപിലും ഉണ്ടായിരുന്നു. ഞങ്ങൾ എന്തിനെ ആഗ്രഹിച്ചു? നൂതനമായ ജീവനെ ആഗ്രഹിച്ചു, പുതിയതായ ജീവനെ ആഗ്രഹിച്ചു, നിത്യമായ ജീവനെ ആഗ്രഹിച്ചു, പരദീസയിൽ പിതാവിനോടൊപ്പം വസിപ്പാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. അതിന് ഞങ്ങൾ എന്ത് സ്വീകരിച്ചു? ഈ ഭൂമിയിൽ ഞങ്ങൾ ദുർഘട മാർഗങ്ങൾ സ്വീകരിച്ചു. ഞങ്ങൾ ദുഷ്ടാത്മാക്കളോട് പടവെട്ടി. ഈ ഭൂമിയിൽ ഞങ്ങൾ കഷ്ടതയും നിന്ദയും പരിഹാസവും പീഡനവും ജയിലും എല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഏറ്റെടുത്തു. നമ്മെപ്പോലെ ഒരു ചെറിയ കാര്യത്തിന് ഞങ്ങൾ പിണങ്ങുകയല്ല ചെയ്തത്, മറിച്ച് ഞങ്ങൾ ദുർഘടമായ ഈ ജീവിതത്തെ, വേദന നിറഞ്ഞ ഈ ജീവിതത്തെ ക്രിസ്തുവിന് വേണ്ടി സന്തോഷത്തോടെ ഞങ്ങൾ ഏറ്റെടുത്തു. ഞങ്ങൾ ദുഷ്ടാത്മാക്കളോട് പടവെട്ടി. ഞങ്ങളുടെ പോരാട്ടങ്ങളോ ജഡരക്തങ്ങളോടായിരുന്നില്ല, ഞങ്ങളുടെ പോരാട്ടങ്ങളോ സഹോദരന്മാരോടായിരുന്നില്ല, ഞങ്ങളുടെ പോരാട്ടങ്ങളോ ഞങ്ങളുടെ അയൽക്കാരോടായിരുന്നില്ല, ഞങ്ങളുടെ പോരാട്ടങ്ങളോ ഞങ്ങളുടെ ദേവാലയത്തിലായിരുന്നില്ല. ഞങ്ങൾ ദുഷ്ടാത്മാക്കളോട് പടവെട്ടി ജയം പ്രാപിച്ചു.
പ്രാപിച്ചിട്ട് ഇതാ കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് നിങ്ങളോട് പറയുന്നു, ആവശ്യക്കാരൻ ആശ്രയിക്കാവുന്നതും ഭക്തന്മാർക്ക് വിശ്വസിച്ച് അനുഗമിക്കാവുന്നതുമായ വഴികൾ ഞങ്ങളിതാ നിങ്ങളുടെ മുൻപിൽ തുറന്നിട്ടിരിക്കുന്നു. ഞങ്ങളുടെ പിന്നാലെ ആ വഴിയിൽ ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കി നിങ്ങൾ സഞ്ചരിക്കുവാൻ നിങ്ങൾക്ക് മുൻപാകെ കെടാവിളക്കുകൾ പോലെ ഞങ്ങളിതാ ക്രിസ്തുവിന്റെ സന്നിധിയിൽ ശോഭിക്കുന്നു. പ്രിയമക്കളെ, ജീവന്റെയും മരണത്തിന്റെയും വഴി ഞങ്ങളുടെ മുൻപിലും ഉണ്ടായിരുന്നുവെന്ന് ഓരോ പെരുന്നാൾ കാലങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുക. ദുഷ്ടാത്മാക്കളോട് നമ്മൾ പടവെട്ടണം. ഈ ഭൂമിയുടെ കൺമോഹങ്ങളെയും ജഡമോഹങ്ങളെയും ജീവനത്തിന്റെ പ്രതാപങ്ങളെയും ഇഞ്ചോടിഞ്ച് പൊരുതുന്ന ലോകമോഹങ്ങളെ അതിജീവിച്ച് ക്രിസ്തുവിലേക്ക് ലക്ഷ്യം വെച്ച് പിന്നിലുള്ളതിനെ മറന്ന് മുന്നിലുള്ളതിനെ ലക്ഷ്യം വെച്ച് ഓടുവാൻ സഹോദരന്മാരെ പോലെ സ്ത്രീകന്മാരെ പോലെ നമ്മുടെ പിതാക്കന്മാരെ പോലെ സാധിക്കുമ്പോഴാണ് അനന്തര തലമുറയിലേക്ക് ജീവന്റെ അംശം കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. രണ്ടാമതായി പറയുന്നു, അനുഗ്രഹവും ശാപവും ഇതാ ഞാൻ നിങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്നു. അനുഗ്രഹവും ശാപവും ഇതാ ഞാൻ നിങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്നു. എന്തിനെ തിരഞ്ഞെടുക്കും? എന്തിനെ തിരഞ്ഞെടുക്കും? അനുഗ്രഹം വേണോ ശാപം വേണോ? ഇതിപ്പം ഈ സൈഡിൽ നിന്ന് അനുഗ്രഹം വേണം, ഈ സൈഡിൽ ഒന്നും അനങ്ങുന്നില്ല. നമ്മുടെ നോയമ്പ് തോട്ടം പോലെയാ. പലപ്പോഴും വീട്ടിലെ നോയമ്പുണ്ടോ എന്ന് ചോദിക്കാൻ പറയും, എനിക്ക് നോയമ്പുണ്ട്, അച്ചായനും പിള്ളേർക്കും. പാവല്ലേ അച്ചായനും പിള്ളേർക്കും. അപ്പൊ ഇവിടുന്ന് അനുഗ്രഹം ഇങ്ങനെ വാരി ഇങ്ങോട്ട് ഒഴുകാനാണോ? അനുഗ്രഹവും ശാപവും ഇതാ നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുക. അനുഗ്രഹത്തെ തിരഞ്ഞെടുക്കുന്നവരാകുവാൻ നാം എന്താണ് ചെയ്യേണ്ടത്? പ്രവൃത്തിയാലും പ്രാർത്ഥനയാലും നാം അനുഗ്രഹിക്കപ്പെടണം. പ്രവൃത്തിയാലും പ്രാർത്ഥനയാലും നാം അനുഗ്രഹിക്കപ്പെടണം. എന്താ നമ്മുടെ പ്രവൃത്തിയുടെ കുഴപ്പം? 1 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം പറയുന്നു, നാം ആരാണ്? ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അനുഗ്രഹിക്കുന്നവർ ആയിരിപ്പിൻ. ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും. എന്നോട് അവൻ ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഞാനും അവനോട് അങ്ങനെ തന്നെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് മാനുഷികമായ നീതി. എന്നോട് അവൻ ഇങ്ങനെ ചെയ്തതുകൊണ്ട് അവനോട് ഞാൻ ഇരട്ടിയായി ചെയ്യുമെന്ന് പറയുന്നത് പൈശാചികമായ രീതി. എന്നോട് അവൻ ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഞാൻ അവനെ അനുഗ്രഹിക്കുമെന്ന് പറയുന്നത് ദൈവിക നീതി. പ്രിയരെ, നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, ഒരു കാര്യത്തിന്റെ ഗൗരവമായ പ്രശ്നങ്ങളുടെ നടുവിൽ ഞാനെന്ന അപ്പൻ, ഞാനെന്ന അമ്മ, ഞങ്ങളെന്ന മക്കൾ എങ്ങനെയാണ് ഒരു കാര്യത്തെ കയ്യിലെടുത്ത് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത്? ദോഷത്തിന് പകരം ദോഷമാണോ ഞാൻ മറ്റുള്ളവർക്ക് ചെയ്യുന്നത്? എന്റെ ഭവനത്തിലും എന്റെ അയൽക്കാരനോടും ദോഷത്തിന് പകരം ദോഷം ഞാൻ ചെയ്യുന്നു. ശകാരത്തിന് പകരം ശകാരമാണോ ഞാൻ ചെയ്യുന്നത്? എന്നോട് ചെയ്തതുപോലെ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എന്തേ ഞാനും അവനും തമ്മിലുള്ള ഒരു വ്യത്യാസം? വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, യഹോവ എന്റെ ശത്രുവിന്റെ തലമേൽ തീക്കനൽ കുന്നിക്കുമെന്ന്. ഒരുപക്ഷെ ഒരു ഭക്തന് കേൾക്കുവാൻ ഇഷ്ടമുള്ളൊരു വാക്യമാ, യഹോവ എന്റെ ശത്രുവിന്റെ തലമേൽ തീക്കനൽ കുന്തിക്കും. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? ഞാൻ എന്റെ ശത്രുവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവാകുന്ന തീക്കനൽ എന്റെ ശത്രുവിന്റെ തലമേലേക്ക് കടന്നു കഴിയുമ്പോൾ, ഞാൻ അവനെ അനുദിനം അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ, എന്നെ ശപിക്കുന്നവനെ, എന്റെ സഹോദരനെ, എന്നെ പിടിച്ചു പറിച്ചവനെ, എന്നെ ഒറ്റപ്പെടുത്തിയവനെ, എന്നെ പരിഹസിച്ചവനെ, ഈ ദേശത്തന്നെ ഒരു വെറുമയാക്കി തീർത്തവനെ അനുദിനം ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവാകുന്ന അഗ്നി അവന്റെ തലമേലേക്ക് ഇറങ്ങുന്നു. യഹോവയുടെ തീക്കനൽ അവന്റെ തലമേലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ അവനിലെ ആ അശുദ്ധിയെല്ലാം ചാരമായിട്ട് അവൻ വിശുദ്ധനായി തീരും. എന്നെ കാണുമ്പോൾ അവൻ വന്ദനം ചൊല്ലും. അതാണ് യഹൂദയ മലനാട്ടിൽ പരിശുദ്ധ ദൈവമാതാവിനെ കണ്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ നിന്ന് പ്രജ തുള്ളിച്ചാടിയത്. പരിശുദ്ധ അമ്മയിൽ ഉണ്ടായിരുന്ന പരിശുദ്ധാത്മാവിനെ എലിസബത്തിന്റെ ഉള്ളിൽ നിറഞ്ഞിരുന്ന പരിശുദ്ധാത്മാവായ യോഹന്നാൻ തിരിച്ചറിഞ്ഞപ്പോൾ ഉള്ളത്തിൽ പിള്ള തുള്ളിച്ചാടി എന്ന് നമ്മൾ വായിക്കാറുണ്ട്. എന്നാൽ പ്രിയരെ, എന്നെ കാണുമ്പോൾ എന്റെ ശത്രുവിന്റെ ഹൃദയത്തിൽ കോപം മാറി സ്നേഹം വരണമെങ്കിൽ ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ. മുഖം തിരിച്ചു പോയതുകൊണ്ട് കാര്യമായില്ല, രണ്ടുപേരുടെ അന്നത്തെ ദിവസം ചീത്തയാവുന്നു മാത്രമേ ഉള്ളൂ. മറിച്ച് ഞാൻ അവനെ അനുഗ്രഹിക്കുമ്പോൾ, എന്നിലെ കുറവുള്ളവനെ അനുഗ്രഹിക്കുമ്പോൾ, കുറവുള്ള എന്റെ മക്കളെ ഞാൻ അനുഗ്രഹിക്കുമ്പോൾ, കുറവുള്ള എന്റെ ജീവിത പങ്കാളിയെ ഞാൻ അനുഗ്രഹിക്കുമ്പോൾ എന്നിലേക്ക് അനുഗ്രഹം കടന്നു വരും. ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പിൻ. നാം എന്തിനു വിളിക്കപ്പെട്ടിരിക്കുന്നു? എന്തിനു വിളിക്കപ്പെട്ടിരിക്കുന്നു? വരിക, കേൾക്കുക, പോവുക അല്ല.
അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. രാജകീയ പുരോഹിത വർഗം, ദൈവത്തിന്റെ സ്വന്തം ജനം അനുഗ്രഹം അനുഭവിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും അനുഗ്രഹിച്ച ദൈവം എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നുകൊണ്ട് നാം എന്ത് ചെയ്യണം? അനുഗ്രഹിക്കുന്നവരായിരിക്കണം. ഞാൻ അനുഗ്രഹം അനുഭവിക്കണമെങ്കിൽ എന്റെ പ്രവൃത്തിയിൽ ഞാൻ അനുഗ്രഹിക്കുന്നവനായിരിക്കണം. എന്റെ പ്രവൃത്തിയിൽ ഞാൻ ദാനങ്ങളെ മുടക്കാത്തവനായിരിക്കണം. ഇല്ലാത്തവന് കൊടുക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കും, ആരാ ഈ ദേശത്ത് ആരാ ഈ ദേശത്ത് ഇല്ലാത്തത്? പിന്നേലും കുറവുണ്ടേ ആർക്കേ ഉള്ളൂ? നമുക്കേ ഉള്ളൂ. എന്നാൽ പരിശുദ്ധ വെള്ളി നോയമ്പിൽ നമ്മൾ ആവർത്തിച്ച് ചൊല്ലാറുണ്ട്, കൃഷിക്കാരൻ പണിയായുധവുമായി വയലിനെ അന്വേഷിച്ച് ചെല്ലുന്നത് പോലെ ആവശ്യക്കാരനെ അന്വേഷിച്ച് ചെന്ന് അവന്റെ കാര്യാദികളെ നടത്തിക്കൊടുക്കുമ്പോഴാണ് ഭക്താവിന്റെ നോമ്പായി മാറുന്നത്. നിന്റെ പ്രവൃത്തിയിൽ നിന്റെ മക്കൾ കണ്ടുപിടിക്കണം നീ ദാനം കൊടുക്കുന്നതാവാൻ, ദേവാലയത്തിന് ദശാംശം കൊടുക്കുന്നവനാകാൻ. എന്റെ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന സകലത്തിനും അവൻ അധിപതിയാണ്. ലഭിച്ചതല്ലാതെ നമുക്ക് എന്തുള്ളൂ എന്നൊരു ചിന്ത, അന്യനോട് കരുണ തോന്നാൻ എന്റെ മക്കൾ എന്നിൽ നിന്ന് കണ്ടുപിടിക്കട്ടെ. എന്റെ പ്രവൃത്തിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടുവാൻ ഞാൻ ദോഷത്തിന് പകരം ദോഷം ചെയ്യാത്തവനായിരിക്കണം. മറിച്ചില്ലാത്തവനെ തേടിപ്പിടിച്ച് ദാനം കൊടുക്കുന്നവനാകുമ്പോൾ മാത്രമാണ് ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നവനെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. രണ്ടാമതായിട്ട് പ്രാർത്ഥനയിലൂടെ നമുക്ക് അനുഗ്രഹം പ്രാപിക്കാം. പ്രാർത്ഥനയിലൂടെ അനുഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിലൊരു സന്തോഷം. പ്രാർത്ഥിച്ച് നേടിയതേ ഉള്ളൂ അച്ഛാ, ഞങ്ങൾ പ്രാർത്ഥിച്ച് നേടിയതേ. അമ്മച്ചിമാരൊക്കെ അച്ഛനോട് പറയാം, അച്ഛാ എന്റെ ഒറ്റ പ്രാർത്ഥന നിമിത്തം അല്ലെ ഈ ദേശത്ത് ഞങ്ങളുടെ കുടുംബം ഇല്ലാതെയായി പോയനെ. ഓരോ ഭക്തന്റെയും അവകാശമാണ് കണ്ടെത്താവുന്ന കാലത്ത് യഹോവയെ അന്വേഷിക്കുക എന്നുള്ളത്. ഓരോ ഭക്തനും തന്റെ ജീവിതത്തിൽ 3 തരം പ്രാർത്ഥനകൾ ആവശ്യമുണ്ട്. ഒന്നവന്റെ വ്യക്തിപരമായ പ്രാർത്ഥന, രണ്ടവന്റെ കുടുംബപരമായ പ്രാർത്ഥന, മൂന്നവന്റെ കൂട്ടമായ ആരാധന. എന്നാൽ എന്താണ് പ്രാർത്ഥന? പ്രാണന്റെ അർത്ഥനയാണ് പ്രാർത്ഥന. ഇയ്യോബിന്റെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം പറയുന്നുണ്ട് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. എന്താണ് പ്രാർത്ഥന എന്ന് നമുക്കറിയാം. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? നീ നിന്റെ ഹൃദയത്തെ സ്ഥിരമാക്കി അവങ്കലേക്ക് കൈകൾ മലർത്തുമ്പോൾ ദ്രോഹം നിന്റെ കയ്യിലുണ്ടെങ്കിൽ അകറ്റുക, നീതികേട് നിന്റെ കൂടാരത്തിൽ പാർപ്പിക്കരുത്. നീ നിന്റെ ഹൃദയത്തെ സ്ഥിരമാക്കി അവങ്കലേക്ക് കൈകൾ മലർത്തുമ്പോൾ, ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് കൈകൾ മലർത്തി നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ? എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ നീ നിന്റെ ഹൃദയത്തെ സ്ഥിരമാക്കണം. ദൈവസന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടുകൂടി സൃഷ്ടാവിനെ സ്തുതിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? പിന്നീട് പറയുകയാണ്, നിന്റെ കൈ മലർത്തുന്ന കയ്യിൽ ദ്രോഹമുണ്ടെങ്കിൽ അതിനെ അകറ്റുക. നിന്റെ കയ്യിൽ ദ്രോഹമായിട്ട് എന്തെങ്കിലും അന്യന്റേതോ സഹോദരന്റേതോ അയൽക്കാരന്റേതോ ദേവാലയത്തിന്റേതോ എന്തെങ്കിലും ദ്രോഹമായിട്ടുണ്ടെങ്കിൽ അതിനെ അകറ്റുക. നീതികേട് നിന്റെ കൂടാരത്തിൽ പാർപ്പിച്ചിട്ട് വീടിന്റെ മുൻപിൽ മുള നട്ട് വെച്ചിട്ട് കാര്യമില്ല. നീതികേട് നിന്റെ കൂടാരത്തിൽ പാർപ്പിക്കരുത്. ഇതാണ് പ്രാർത്ഥിക്കുവാൻ പാവിരിക്കുവാനുള്ള ഭക്തൻ ആദ്യം ചെയ്യേണ്ടത്. കൈകൾ മലർത്തുന്നതിന് മുൻപ് നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ കലക്കമില്ലാത്തതായിരിക്കണം. നിന്റെ കൈകൾ ദോഷമില്ലാത്തതായിരിക്കണം. നീതികേട് നിന്റെ കൂടാരത്തിൽ പാർക്കുകയും അരുത്. എന്നിട്ട് വേണം 3 തരത്തിലുള്ള പ്രാർത്ഥനയെ കുറിച്ച് ചിന്തിക്കാൻ. ഒന്നാമതായിട്ട് വ്യക്തിപരമായ പ്രാർത്ഥന. പ്രിയരെ, നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം, നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥന എങ്ങനെയാണ് ഞാനും എന്റെ ദൈവവും തമ്മിലുള്ള ബന്ധം. പലപ്പോഴും നമുക്ക് പറയാം, ഞാനും എന്റെ ദൈവവും തമ്മിലുള്ള ബന്ധം ആകാശവാണിയും നമ്മളും തമ്മിലുള്ള ബന്ധമാണ്. ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടൊന്നും കേൾക്കത്തില്ല, ഇങ്ങോട്ട് റേഡിയോ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതുപോലെ തന്നെ പ്രാർത്ഥിക്കാനാണെന്ന് പറഞ്ഞ് പലപ്പോഴും നമ്മൾ ഇരുന്നിട്ട് നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഇങ്ങനെ നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെയാണോ വ്യക്തിപരമായ പ്രാർത്ഥന എന്ന് പറയുന്നത്? എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേറ്റങ്ങ് പോകും, അതാണ് പ്രാർത്ഥന എന്നാണ് നമ്മുടെ ഒരു ധാരണ. എന്നാൽ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ ഒരു പ്രാർത്ഥന നമുക്ക് കാണാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ ദാനിയേൽ പ്രാർത്ഥിക്കുകയാണ്. ദാനിയേൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് 21 ദിവസം കഴിഞ്ഞു. 10-ാം അധ്യായത്തിന്റെ 12-ാം വാക്യമാകുമ്പോഴത്തേക്കും യഹോവയുടെ ദൂതൻ ദാനിയേലിന്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് പറയാ, ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ, നീ നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച ആദ്യ നിമിഷം തന്നെ ഞാൻ നിന്നെ കണ്ടിരുന്നു.
ദൈവത്തിന്റെ പുരുഷനായ ദാനിയേലേ, നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നെ താഴ്ത്തി ഏൽപ്പിച്ച വാക്കുകൾ കൊണ്ട് താഴ്ത്താൻ എന്തൊരു എളിമയാണെന്ന് നമുക്കറിയാമോ? കർത്താവേ, ഞാൻ പുഴുവ, ഞാൻ കൃമിയ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതല്ല. ഹൃദയം കൊണ്ട് ദൈവസന്നിധിയിൽ ഒന്ന് താഴുവാൻ, ഹൃദയം കൊണ്ട് നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ നമുക്ക് ചുറ്റും പാളയമിറങ്ങും. ദൈവസന്നിധിയിൽ ദാനിയേലിനോട് പറയാ, നിന്റെ ദൈവത്തിന്റെ മുൻപിൽ നിന്നെ താഴ്ത്തിയ ആദ്യ നിമിഷം തന്നെ ഞാൻ നിന്നെ കണ്ടു. ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും ദൈവത്തിന്റെ ദൂതനെ കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? സ്വർഗം തുറന്നിരിക്കുന്നത് കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ മാത്രമാണ് എന്റെ വ്യക്തിപരമായ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ഇമ്പകരമാകുന്നത്. രാവിലെ ഞാൻ എണീക്കുമ്പോൾ അയ്യോ, ഇന്നും പതിവ് പോലെ സമയം പോയി, കർത്താവേ ഇവരെല്ലാം വിടേണ്ടതല്ലേ എന്ന് പറഞ്ഞ് ഞാൻ എഴുന്നേൽക്കുന്നു. രാത്രിയാകുമ്പോൾ അയ്യോ കർത്താവേ, പതിവ് പോലെ ഞാൻ ക്ഷീണിതനാണെന്ന് പറഞ്ഞ് ഉറങ്ങുന്നതാണോ വ്യക്തിപരമായ പ്രാർത്ഥന? അല്ലയോ ഇരുത്തം വന്ന തലമുറയെ, ഇളം തലമുറയ്ക്ക് വ്യക്തിപരമായ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് മാതൃകയാകാൻ സാധിക്കുന്നുണ്ടോ? ദിശാബോധം നഷ്ടപ്പെട്ട പുതിയ തലമുറയെന്ന് പുതിയ തലമുറയെ വിശേഷിപ്പിക്കുമ്പോൾ അവരുടെ മുൻപിൽ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ മാതൃകയുള്ള മാതാപിതാക്കളായി തീരുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ? ഒരിക്കൽ ഒരു അമ്മയുണ്ടായിരുന്നു, പ്രാർത്ഥിപ്പാൻ ദൈവത്തിൻ മുൻപിൽ മറിയാം പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന്റെ മുൻപിൽ ആ അമ്മ നിന്ന നേരത്ത് അഗ്നിയാൽ ആവൃതനായ ദൂതൻ ഇറങ്ങി വന്നിട്ട് മറിയാമിനോട് പറഞ്ഞു, മറിയമേ, നിനക്ക് സമാധാനം, കൃപ നിറഞ്ഞവളെ, നിനക്ക് വന്ദനം. എന്നിട്ട് പറഞ്ഞ വാർത്ത ഒട്ടും മംഗളകരമായിരുന്നില്ല. പുരുഷനെ അറിയാതെ നീ ഒരു കുഞ്ഞിന് ജന്മം നൽകുമെന്ന് ഒരു യഹൂദ സ്ത്രീയോട് പറയുന്നതും കല്ലെറിഞ്ഞ് കൊല്ലുവാൻ നിന്നെ അയക്കുന്നു എന്ന് പറയുന്നതും ഒരുപോലെയാ. എങ്കിലും പരിശുദ്ധ അമ്മ ദൈവദൂതന് മുന്നിൽ സമ്മതിച്ചു, എന്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. എവിടെയാണ് അതിന്റെ പൂർത്തീകരണം ഉണ്ടായത്? 33 വർഷങ്ങൾക്ക് ശേഷം ഈ മറിയാമിന്റെ പുത്രൻ ഗത്സമനയിൽ രക്തം വിയർത്തിട്ട് പിതാവിന്റെ മുൻപിൽ കഷ്ടതയുടെ പാനപാത്രം കയ്യിലെടുത്തിട്ട് പറഞ്ഞു, അല്ലയോ അപ്പ, എന്റെ ഹിതമല്ല, അവിടുത്തെ ഹിതമെന്നിൽ നിറവേറട്ടെ. വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ദൈവത്തോട് ദൈവ ഇഷ്ടത്തെ ആലോചന ചോദിച്ച് ദൈവ ഇഷ്ടം എന്റെ ഇഷ്ടമാക്കുവാൻ എന്റെ ഇഷ്ടം ദൈവം സാധിക്കുകയല്ല, മറിച്ച് ദൈവത്തിന്റെ ഇഷ്ടം എന്റെ ഇഷ്ടമാക്കി തരുവാൻ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളായിരുന്നു സഭയുടെയും സമൂഹത്തിന്റെയും ധൈര്യവും ശക്തിയും. 2, കുടുംബ പ്രാർത്ഥന. ഇന്ന് ഏറ്റവും കൂടുതൽ പരിഹാസ്യമായ പ്രാർത്ഥന കുടുംബ പ്രാർത്ഥനയല്ലേ? കൃത്യസമയത്ത് രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുന്ന എത്ര കുടുംബങ്ങൾ ഇന്നുണ്ട്? കുടുംബമായിട്ട് പണ്ട് ഒന്നുമില്ലായ്മയുടെ കാലത്ത് ഓലമേഞ്ഞ വീട്ടിൽ ചാണകം മെഴുകിയ തറയിൽ ഇരുന്നു കൊണ്ട് അപ്പനും അമ്മയും മക്കളും എല്ലാം ചേർന്ന് പ്രാർത്ഥിച്ചു, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും. അവരുടെ കണ്ണുനീർ വീണ് കുതിർന്ന തറകളെല്ലാം ടൈൽസുകളും ഗ്രാനൈറ്റുകളുമായി മാറി. ഉയരത്തിലേക്ക് അവർ കണ്ണുകൾ ഉയർത്തിയതുകൊണ്ട് മച്ചിട്ട മനോഹരമായ ഭവനത്തിൽ പട്ടുമെത്തകളിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഉറങ്ങുമ്പോൾ പ്രിയരെ, കുടുംബ പ്രാർത്ഥന ഇന്ന് എവിടെ എത്തി നിൽക്കുകയാണ്? നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾ ഇന്ന് എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ്? പലപ്പോഴും ഇന്ന് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മൾ മാതൃകയാക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കഥാപാത്രമുണ്ട്, യാക്കോബ്. യാക്കോബ് പ്രാർത്ഥിച്ചു, അനുഗ്രഹിക്കാതെ ഞാൻ നിന്നെ, ആകാശത്തെയും ഭൂമിയെയും നിർമ്മിച്ചവൻ, അണ്ടകടാകത്തെ തന്റെ ഉള്ളം കയ്യിൽ വഹിച്ചവനായ ദൈവത്തോട് പറയാ, അനുഗ്രഹിച്ചില്ലേ ഞാൻ നിന്നെ? വലിയ പേടിയാ ദൈവത്തിന്. ദൈവത്തിന്റെ കൃപയാൽ എത്ര നാം ആയിരിക്കുന്നത്. ഇവിടെ യാക്കോബ് 28-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ പറയാ, യഹോവേ, നീ എന്നെ അനുഗ്രഹിക്കണം, നിശ്ചയം നീ എനിക്ക് ഉണ്ണാനും ഉടുപ്പാനും നൽകി എന്റെ മപ്പന്റെ ഭവനത്തിലേക്ക് എന്നെ പറഞ്ഞയച്ചാൽ നീ എന്റെ ദൈവം എന്ന് ഞാൻ സാക്ഷിക്കാവുന്നു. ഇന്ന് നമ്മളും പലപ്പോഴും ഇതൊക്കെ തന്നാൽ ദൈവം നല്ലതാണെന്ന് മക്കളുടെ മുൻപിൽ സമ്മതിക്കുന്നവരാണ്, ദൈവ ഇഷ്ടത്തിന് സമർപ്പിക്കുന്നവരാകുന്നില്ല നമ്മള്. എന്നാൽ നമ്മുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ പ്രാർത്ഥിക്കാനാണോ? ഏത് കുരിശുണ്ടല്ലോ ഇങ്ങോട്ട് വാ, ഞാൻ മാറ്റിത്തരാം, എടുത്തു കളയാമെന്ന് പറഞ്ഞല്ല നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. നമ്മെ രക്ഷിപ്പാനായി സ്വർഗത്തിന്റെ മറയെ കീറി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന പുത്രൻ കുരിശിൽ നിന്ന് ഇറങ്ങിപ്പോയവനല്ല, കുരിശിൽ കിടന്നുകൊണ്ട് പിതാവിന്റെ ഹിതം നിറവേറ്റിയവനാണ്. ജീവിതത്തിന്റെ കഷ്ടതകളെ വിശ്വാസത്താൽ അതിജീവിക്കുവാനാണ് നമ്മുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചത്. ഹബക്കൂക്ക് പ്രവാചകൻ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാനാ. എങ്ങനെയാ ഹബക്കൂക്ക് പ്രവാചകൻ പ്രാർത്ഥിച്ചത്? ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ വിഭ്രമരാഗത്തിൽ ഹബക്കൂക്ക് പ്രവാചകൻ എഴുതുന്നു എന്നാണ്.
എന്തായിരുന്നു വിഭ്രമം, എന്തായിരുന്നു സങ്കടം? താഴേക്ക് വായിക്കുമ്പോൾ 17-18 വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കറിയാം, ഹബക്കൂക്ക് പ്രവാചകൻ കണ്ണുനീരോടെ പറയാ, അത്തിമരങ്ങൾ പൂത്തില്ല എങ്കിലും മുന്തിരി വള്ളികൾ വാടിപ്പോയാലും, ആലയിലുള്ള എന്റെ ആടുകളെല്ലാം ചത്തുപോയാലും, ഒലിവിന്റെ കായ്കനികളെല്ലാം ഉതിർന്നു വീണാലും, യഹോവയാണ് എന്റെ ആനന്ദം, യഹോവയാണ് എന്റെ ബലം. എനിക്ക് ഈ ഭൂമിയിൽ കഷ്ടത വന്നാലും, ഞെരുക്കങ്ങൾ ഉണ്ടായാലും, ദാരിദ്ര്യം വന്നാലും, രോഗം വന്നാലും, നിന്ന വന്നാലും, പരിഹാസം വന്നാലും, നിന്റെ പൊന്നുമാർവിൽ ഞാൻ ചേർന്നിരിക്കും, നിന്റെ കൈ എന്നെ ആശ്വസിപ്പിക്കും എന്നാണ് നമ്മുടെ പിതാക്കന്മാർ നമ്മെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചിരിക്കുന്നത്. കുടുംബ പ്രാർത്ഥനകൾ പ്രിയരെ, നശിച്ചു പോയി കഴിഞ്ഞാൽ കുടുംബങ്ങൾ തകർന്നു പോകും, കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകും, ബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറും, ഉത്തരവാദിത്തങ്ങളെ പുതിയ തലമുറ അടിമത്തങ്ങളായി കാണും. ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബം, ഫാമിലി ദാറ്റ് സ്റ്റേ പ്രൈസ് ടുഗദർ സ്റ്റേസ് ടുഗദർ എന്നാ പറയുന്നത്. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന, ഒന്നിച്ച് ഒരേ ഭക്ഷണമേശയും ഒരേ കർത്തൃമേശയും നമുക്കുണ്ടാകുമ്പോൾ മാത്രമാണ് അനുഗ്രഹിക്കപ്പെട്ട ഇഴയടുപ്പമുള്ള കുടുംബ ബന്ധങ്ങൾ ഉണ്ടാകുന്നത്. കുടുംബ പ്രാർത്ഥനകൾ എവിടെങ്കിലും താളം തെറ്റിയിട്ടുണ്ടെങ്കിൽ പുതിയ വർഷത്തിൽ ഒന്ന് പൊടി തട്ടിയെടുക്കാം. രാവിലെയും വൈകിട്ടും എന്തെല്ലാം സംഭവിച്ചാലും അപ്രകാരം പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനുത്തമ മാതൃകയാ എന്റെ അച്ഛന്റെ അമ്മ. എത്ര മടുത്ത്, എത്ര ദൂരെ എന്ന് വന്നാലും, എത്ര യാത്ര കഴിഞ്ഞ് വന്നാലും ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ച് കയറി ചിലപ്പോൾ പെട്ടെന്ന് പായം എടുത്തിടും. നമ്മൾ നോക്കുമ്പോൾ 10 ആയിരിക്കും, 10:30 ആയിരിക്കും. സന്ധ്യ കഴിഞ്ഞല്ലോ അമ്മയെന്ന് പറയും, സന്ധ്യക്ക് ഒന്നിച്ച് പ്രാർത്ഥിച്ചില്ലല്ലോ, സന്ധ്യക്ക് ഒന്നിച്ച്. അപ്രകാരമുള്ള മാതാപിതാക്കളിൽ നിന്ന് വേണം അനുഗ്രഹിക്കപ്പെട്ട തലമുറയുണ്ടാകാൻ. മൂന്നാമതായിട്ട് കൂട്ടമായ ആരാധന. ഇന്ന് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുക കൂട്ടമായ ആരാധന. ഞായറാഴ്ചകളിൽ മറ്റൊന്നുമില്ലെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോകും? പള്ളിയിൽ പോകും. പല സമയത്ത് പള്ളിയിൽ പോകും. ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ളതുപോലെ പോകുന്ന സ്ഥലം ഒന്ന് മാത്രമേ ഉള്ളൂ. എവിടെയാ? ദേവാലയത്തിൽ. എങ്ങനെയാണ് നമ്മുടെ ആരാധനയെ പിതാക്കന്മാർ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്? ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിന്റെ 27 മുതലുള്ള വാക്യത്തിൽ നമുക്ക് കാണാം, യഹോവയാം ദൈവം തന്റെ ജനത്തോട് എങ്ങനെ ആരാധിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ മിസ്രൈമെ അടിമത്തമാണ്. തന്റെ ജനത്തിന് പാർപ്പാൻ ഒരു പട്ടണമില്ല, വസിപ്പാൻ ഒരു കൂടാരമില്ല, ആരാധിപ്പാൻ ഒരു ആലയമില്ല. എന്നിരുന്നിട്ട് പോലും യഹോവയാം ദൈവം മോശയോട് പറയാ, തന്റെ ജനത്തോട് അനുശാസിക്കുക, 7-ാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗം ആയിരിക്കണം. 2 നിന്റെ ജനം ആത്മതപനം ചെയ്യണം. 3 യഹോവയ്ക്ക് ദഹന ബലി അർപ്പിക്കണം. 3 തരത്തിലുള്ളാണ് ആരാധനയെ കുറിച്ച് യഹോവയാം ദൈവം മോശയോട് പറയുന്നത്. 7-ാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗം ആയിരിക്കണം. അതിനാലാണ് 7-ാം ദിവസം വിശുദ്ധ സഭായോഗത്തിനായിട്ട്, കർത്തൃ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മെ ദേവാലയത്തിലേക്ക് വിളിച്ചു ചേർത്തിരിക്കുന്നത്. 7-ാം ദിവസം നിങ്ങൾക്ക് പാപപരിഹാര ദിവസമാകുന്നു. ആയതിനാൽ നമ്മെയെല്ലാം വിശുദ്ധിയിലേക്ക് വിളിച്ചിരിക്കുക. അന്ന് നീ നിന്റെ കാര്യാദികളെല്ലാം മാറ്റിവെച്ച് നീ നിന്റെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരണം. ഒരിക്കലും പരിശുദ്ധ സഭ നമ്മെ പഠിപ്പിക്കുന്നില്ല 7-ാം ദിവസം ഈ യോഗത്തിന് പോവാൻ നമ്മളിവിടെ പറയാറുണ്ടോ? ഞായറാഴ്ച എവിടെയാ നമ്മൾ പോണേ? വിശുദ്ധ കുർബാനയ്ക്ക്. എന്തുകൊണ്ടാണ് നമ്മുടെ കുർബാനയെ വിശുദ്ധ കുർബാന എന്ന് പറയുവാൻ കാരണം? ക്രോവേന്മാരുടെ തേരതുപോലെ സ്ഥിരമീ സ്വർഗത്തിൻ സേനകളുണ്ടതിനെ ചുറ്റിക്കൊണ്ട്. ആരാണ് ക്രോവകൾ? ജീവവൃക്ഷത്തിന്റെ കാവൽക്കാര്, സ്വർഗത്തിന്റെ തേരിനെ വഹിക്കുന്ന നീലക്കണ്ണുള്ള മാലാഖമാരാണ് ക്രോവകൾ. അവർ വഹിക്കുന്ന തേര് പിതൃപുത്ര പരിശുദ്ധാത്മാവം ദൈവം ഇറങ്ങി വസിക്കുന്ന തേരാണ്. ആ തേരായ വിശുദ്ധ മദ്ബഹായുടെ മുൻപാകെയാണ് എന്നെയും നിങ്ങളെയും ഞായറാഴ്ച ദിവസം ദൈവം തമ്പുരാൻ കൂട്ടിക്കൊണ്ടുവരുന്നത്. പുത്രൻ തന്റെ സ്വന്തം ജീവൻ വില കൊടുത്ത് നമ്മെ വാങ്ങി പാപപരിഹാര ദിവസമായി നമ്മെ കൂട്ടിക്കൊണ്ടുവരുന്ന ഈ ആലയത്തിലേക്ക് നാം എപ്പോഴാണ് കടന്നു വരുന്നത്? ഓരോ നമസ്കാരവും ആരംഭിക്കുമ്പോൾ അച്ഛൻ ഇവിടെ പാടും, നിഷ്ഠയിൽ നിന്നെ പെറ്റ പാവന കന്യകയോടൊപ്പം നിഷ്ഠയോടെ നിന്ന് പ്രസവിച്ച പരിശുദ്ധ അമ്മ, സഹദേന്മാര്, ശുദ്ധിമാന്മാര്, ശുദ്ധിമതികള്, ജീവിച്ചിരുന്ന വിശുദ്ധന്മാര്, മരിച്ച വിശ്വാസികള്, ഇവരോടൊപ്പം പാടാൻ എനിക്ക് യോഗ്യത നൽകണമേ. ഈ യോഗ്യത അച്ഛൻ ചോദിക്കുമ്പോ നമ്മൾ എവിടെയാ നിൽക്കുന്നേ? നമ്മൾ എവിടെയാ നിൽക്കുന്നേ? നമ്മൾ വീട്ടിലാ നിൽക്കുന്നേ. താക്കോൽ അന്വേഷിച്ചിട്ട് പോയവര്, ഇഡലി വെന്തിട്ട് ഇറങ്ങേണ്ടവര്, പത്രം വായിച്ചിട്ട് ഇറങ്ങേണ്ടവര്,
പിന്നെ ഇന്നത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചിട്ട് ഇറങ്ങേണ്ടവര് ഇവിടെ ആരൊക്കെ വരികയാണ്? കർത്താവ് തമ്പുരാന്റെ അമ്മയും സകല ശുദ്ധിമാന്മാരും ശുദ്ധിമതികളോട് ചേർന്ന് നിൽക്കാനുള്ള യോഗ്യത ഓരോ നമസ്കാരങ്ങളിൽ ചോദിച്ചു വാങ്ങിക്കുകയാണ്. അതിനുശേഷം പരിശുദ്ധ മദ്ബഹായിലേക്ക് രഹസ്യ പ്രാർത്ഥനയ്ക്ക് അച്ഛൻ കയറിയതിനു ശേഷം മറ മാറ്റിയിട്ട് ആദ്യം പ്രാർത്ഥിക്കും. എന്താ? നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദീസ മുക്കിയ യോഹന്നാനും പരിശുദ്ധ സഭയോടൊപ്പം പുരോഹിതനോടൊപ്പം ആരും കൂടെ വരുന്നു? നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദീസ മുക്കിയ യോഹന്നാനും സകല ശുദ്ധിമാന്മാരും ശുദ്ധിമതികളും മരിച്ചവരും ജീവിക്കുന്നവരോടൊപ്പം ദൈവത്തെ ആരാധിക്കാൻ കടന്നു വരുന്നു. വീണ്ടും നമ്മൾ പാടും നിൻ മാതാവ് വിശുദ്ധന്മാർ എന്നിവർ തൻ പ്രാർത്ഥനയാൽ. ഇത്രയും പേരെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി അച്ഛനൊരൽപ്പം നേരത്തെ കയറിയാൽ പറയും, പണ്ടത്തെ അച്ഛനായിരുന്നെ ഇങ്ങനെയല്ലായിരുന്നു, ഇപ്പോഴത്തെ അച്ഛന് നേരത്തെ എന്ന് കയറും. അപ്പൊ രാവിലെ തന്നെ സന്തോഷമായ ഒരു കുറ്റം കണ്ടുപിടിച്ചിരിക്കുന്നു. ഒന്ന് എന്നല്ല, മറിച്ച് പരിശുദ്ധ സംഘത്തോടൊപ്പം പുരോഹിതൻ കടന്നു വരുമ്പോൾ ആ വിശുദ്ധനായ ദൈവത്തെ വിശുദ്ധിയിൽ ആരാധിക്കുവാൻ വിശുദ്ധ ജനമെന്ന് അവകാശപ്പെടുന്നവർ 7-ാം ദിവസം വിശുദ്ധ സഭായോഗം ആചരിക്കണം. പിതാവാം ദൈവത്തിന്റെ ഇഷ്ടപുത്രിയും പുത്രനാം ദൈവത്തിന്റെ മാതാവും പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ മണവാട്ടിയുമായിരിക്കുന്ന പരിശുദ്ധ അമ്മയോടൊപ്പം കർത്താവിന്റെ വരവിനെ അറിയിക്കുന്ന യോഹന്നാനോടൊപ്പം സകല വിശുദ്ധന്മാരുടെയും ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളോടുമൊപ്പം ആരാധനയിലേക്ക് കടന്നു വരുമ്പോൾ ഞാനൊരു അലസനായിട്ടാണ് വരുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? അലസതലേശം ബാധിച്ചാൽ അശുഭ വഴിക്കു വശമതരായി. അത് തന്റെ ജീവിത പങ്കാളിയല്ല ഇല്ലാതാക്കുന്നത്, എന്റെ മക്കളെയല്ല ഇല്ലാതാക്കുന്നത്. പിന്നെ എന്ത് ചെയ്യും? ആത്മത്തെ സ്വയമേ ഇല്ലാതെയാക്കും. ആരാധനയിൽ അലസത ബാധിച്ചാൽ എന്ത് സംഭവിക്കും? കുഴപ്പമൊന്നുമില്ല, അശുഭ വഴിയിൽ കൂടെ ഞാൻ തനിയെ നടക്കും. അശുഭ വഴിയിൽ കൂടി നടന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? സ്വന്തം ആത്മാവിനെ ഞാൻ നശിപ്പിക്കും. ഒരിക്കൽ ഈ ഭൂമിയിൽ നിന്ന് ജീവൻ പോയി പ്രാണൻ എടുത്തു കഴിയുമ്പോൾ എന്റെ പ്രാണൻ സ്വർഗത്തിന്റെ പറുദീസയിലേക്ക് എൻട്രി കിട്ടണമെങ്കിൽ എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ആത്മാവ് വിശുദ്ധമായിരിക്കണം. ആരാധനയിൽ അലസതയുള്ളവന് ആത്മാവ് നാശത്തിന്റെ കുഴിയിലേക്ക് പോകുമെന്നാണ് നമ്മെ പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. പരിശുദ്ധ കുർബാന ആരംഭിച്ചതിന് ശേഷം തൃത്വസ്തുതിക്ക് ശേഷം ഏവൻഗേലിയോൻ കഴിഞ്ഞതിന് ശേഷം അച്ഛൻ കുർബാനയിലേക്ക് അകത്തേക്ക് പ്രവേശിക്കുകയാണ്. പരിശുദ്ധ മദ്ബഹായുടെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്. രണ്ടാമതായി, അന്ന് എന്റെ ജനം ആത്മതപനം ചെയ്യണം. ഒന്ന്, എന്റെ ജനത്തിന് അന്ന് വിശുദ്ധ സഭായോഗമായിരിക്കണം. 2, അന്ന് എന്റെ ജനം ആത്മതപനം ചെയ്യണം. എന്താ കാര്യം? അച്ഛനോട് കയറിയിട്ട് പ്രാർത്ഥിക്കും, കർത്താവേ, ഭൂമിയിലെ നിന്ദ്യ പൂഴിയായ ഞാൻ എന്റെ പാപത്തെയും എന്റെ ജനത്തിന്റെ പാപത്തെയും നിന്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളോട് കരുണ തോന്നണമേ. നമ്മൾ എന്ത് ചെയ്യും? അന്നേരം ഏറ്റവും നന്നായി കറങ്ങുന്ന ഫാൻ ഏതാണെന്ന് നോക്കിയിട്ട് അതിന്റെ താഴെ അങ്ങ് നിലയുറപ്പിക്കും. അല്ലെങ്കിൽ എനിക്ക് വളരെ കൺവീനിയന്റ് ആയ ഏത് കസാരയാണ് ഉള്ളതെന്ന് നോക്കി അത് തപ്പി നടക്കും. എന്നാൽ ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നിമിഷമാണ് സ്വർഗത്തിനും ഭൂമിക്കും മധ്യസ്ഥനായി നിന്നുകൊണ്ട് പട്ടക്കാരൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പരിശുദ്ധ നിമിഷത്തിൽ ചേർന്ന് നിന്ന് ആത്മതപനം ചെയ്യുവാൻ, കർത്താവേ, ഞാൻ തെറ്റു ചെയ്തു പോയി എന്ന്, എന്റെ ലംഘനങ്ങളെ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ, ഞാൻ ആവർത്തിക്കാതിരിക്കാൻ നിന്റെ പരിശുദ്ധാത്മാവിനെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ ഓരോ ഭക്തനും സാധിക്കണം. ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം പറയുന്നു, അന്ന് ആത്മതപനം ചെയ്യാത്ത ഏവനെയും തന്റെ സഭയിൽ നിന്ന് ഛേദിച്ചു കളയണം. ഹൃദയം കൊണ്ട് തപിക്കണം. ഞാൻ ഏറ്റുപറയണം, ഞാൻ ഉപേക്ഷിക്കണം എന്റെ പാപത്തിന്. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ. എന്റെ പാപം നിമിത്തം എന്റെ തലമുറയോട് നീ കോപിക്കരുതേ. ഞങ്ങളോട് കരുണ തോന്നണമെന്ന് ഓരോ ഭക്തനും കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അതുകൊണ്ടാണ് ആ കരുണയുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞിട്ട് പറയും, നിങ്ങൾക്കെല്ലാവർക്കും ഈ ഇരിക്കുന്ന ആർക്കെങ്കിലും ആ സമാധാനം ഉണ്ടോ? എന്താണ് ഈ സമാധാനം ഇല്ലായ്മയുടെ കാരണം? അന്യോന്യം സ്ലോമോ നൽകിൻ കർത്താവിൻ സ്ലോമോ നമ്മിൽ. അന്യോന്യം സ്ലോമോ നൽകിൻ. എന്റെ സമാധാനം ഞാനിതാ നിങ്ങൾക്ക് നൽകുന്നു. അത് ലോകം നൽകുന്നത് പോലെയല്ല. ലോകം നൽകുന്ന സമാധാനമല്ല എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ പുത്രൻ നൽകിയ സമാധാനം എന്തേ നമ്മുടെ ഹൃദയത്തിലില്ല, എന്തേ നമ്മുടെ ഭവനത്തിലില്ല, എന്തേ നമ്മുടെ സമൂഹത്തിലില്ല, എന്തേ നമ്മുടെ സംസാരത്തിലില്ല, എന്തേ നമ്മുടെ
ചിന്തകളില്ല, എന്തേ നമ്മുടെ മക്കളില്ല. അന്യോന്യം നിങ്ങൾ സമാധാനം നൽകുമ്പോൾ എന്ത് ചെയ്യണം? നാം തമ്മിൽ ചുംബിക്കണം. ആരോടെങ്കിലും കയ്പായിട്ട്, ആരോടെങ്കിലും അമർഷമായിട്ട്, ആരോടെങ്കിലും ദോഷമായിട്ട് എന്റെ ഹൃദയത്തിൽ എന്തെങ്കിലും ഇരുന്നിട്ട് ദൈവത്തിന്റെ സമാധാനത്തെ ഞാൻ കൊണ്ടുപോകാൻ വന്നാൽ, വിശുദ്ധനായ ദൈവം അശുദ്ധിയിൽ വസിക്കുന്നവനല്ല. അവൻ ആകാശത്തിന്റെ വിരിമാർവിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവനാ. മഞ്ഞ ഭക്ഷിച്ചിട്ട് തൃപ്തി വരാത്ത ജനത്തിന്റെ ഇടയിലേക്ക് ജീവന്റെ അപ്പമായ സ്വർഗീയ മഞ്ഞയായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുവെങ്കിലും എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ വസിക്കണമെങ്കിൽ നാം വിശുദ്ധിയുള്ള ഹൃദയമായി ഇരിക്കണം. അതുകൊണ്ടാണ് പലപ്പോഴും സമാധാനം നമ്മുടെ ഹൃദയത്തിൽ വസിക്കാത്തത്, സമാധാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാത്തത്. ക്രിസ്തുവിന്റെ സമാധാനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാനും അവ പൂർണ്ണമാകുവാനും നിറയുന്ന പാത്രം പോലെ എന്നിലെ സമാധാനം തുളുമ്പി അവരിലേക്ക് ചെല്ലുവാനും എനിക്ക് സാധിക്കണമെങ്കിൽ ദൈവിക സമാധാനത്തിന് ദൈവമേ നീ എന്നെ യോഗ്യനാക്കണമെന്ന് ആത്മതപനം ചെയ്ത് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. വീണ്ടും നമ്മൾ പറയും, ഇത് ഓരോ കുർബാനയിലും ഞാൻ അനുഷ്ഠിക്കുമ്പോൾ, ഓരോരോ കുർബാനയിലും അച്ഛൻ ആവർത്തിച്ച് കർത്താവിന്റെ തിരുശരീര രക്തങ്ങളെ കൈകളിലെടുത്ത് പ്രാർത്ഥിക്കുന്ന നേരത്ത് പലപ്പോഴും നമ്മൾ അലസതയോടെ നിൽക്കുമ്പോൾ, ജീവന്റെ ബലിയായവൻ എന്റെ മുൻപാകെ മുറിക്കപ്പെടുമ്പോൾ അവന്റെ മുൻപാകെ നമ്മെ ഓരോരുത്തരെയും ഒന്ന് മുറിക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈവമേ, എന്നിലെ അഹങ്കാരം, എന്നിലെ ദോഷക്കണ്ണ്, എന്നിലെ ദൂഷണം, ഇവയൊക്കെ ഒന്ന് മുറിച്ചു കളയണമേ. ദൈവമേ, എന്നെ ഒരു വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് വളർത്തണമേ. എന്നിൽ ശാന്തത നൽകണമേ. എന്നിലെ കോപ സ്വഭാവം, എന്നിലെ എടുത്തുചാട്ടം, ഇവയെല്ലാം ഒന്ന് മുറിക്കണമേ എന്ന് പരിശുദ്ധ കുർബാന അപ്പത്തോടൊപ്പം നമ്മെ തന്നെ മുറിക്കണം. പലപ്പോഴും കുർബാന കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിട്ടും എന്തുവാണേ, ഓരോരുത്തർക്കൊക്കെ ചെല്ലുമ്പോ എന്തോ ഒരു പരിശുദ്ധാത്മാവിന്റെ ഒരു ഇതാ, എന്നാ ഇവിടെ വന്നാൽ ആ ഒരു ഇത് ഇല്ല എന്നൊക്കെ പറയുന്നവരെ കേട്ടിട്ടുണ്ട്. എന്താണ് ആ ഇത് എന്നൊന്ന് വിവരിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് ആ ഇത് എന്നോ അത് എന്നോ നമുക്ക് പറയാൻ അറിഞ്ഞൂടാ. എന്നാല് ഓരോ പരിശുദ്ധ കുർബാനയിലും അച്ഛൻ ചൊല്ലും, പരിശുദ്ധാത്മാവ് ആവസിച്ച് ഈ അപ്പത്തെ കർത്താവിന്റെ തിരുശരീരമാക്കട്ടെ, പരിശുദ്ധാത്മാവ് ആവസിച്ച് ഈ കാസായിലെ കലർപ്പിനെ കർത്താവിന്റെ തിരുരക്തമാക്കി രൂപാന്തരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും? നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയെന്നറിയോ? നമുക്ക് ആവശ്യമായിരിക്കുന്ന സ്ക്വയർ ഫീറ്റ് അളന്നുകൊണ്ടിരിക്കുക. എന്തിനു വേണ്ടിയാണെന്നറിയോ? ഈ പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ എന്താ? തുബ്ദേന. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഇരിക്കണം. ഇടതുവശത്തിരിക്കുന്നവൻ ഇരുന്നാലും വലതുവശത്തിരിക്കുന്നവൻ ഇരുന്നാലും എനിക്ക് വിഷയമല്ല. എനിക്ക് എന്ത് ചെയ്യണം? എനിക്ക് വിശാലമായിട്ടിരിക്കണം. അവിടെ എന്ത് ചെയ്യുക? അച്ഛൻ പറയാ, പരിശുദ്ധാത്മാവ് ആവസിച്ച് കർത്താവിന്റെ തിരുശരീരമായും തിരുരക്തമായും മാറ്റുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇത് വിശുദ്ധിയുള്ളവർക്കായി നൽകപ്പെടുന്നു. അപ്പോൾ നമ്മൾ അനുതാപത്തോടെ പറയാ, പരിശുദ്ധനായ പിതാവും പുത്രനും പരിശുദ്ധനും അല്ലാതെ പരിശുദ്ധനില്ല. കർത്താവെ, എന്നെ നീ വിശുദ്ധനാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. പിതാവാം ദൈവമേ നിന്നെ പോലെ, പുത്രനാം ദൈവമേ നിന്നെ പോലെ, പരിശുദ്ധാത്മാവാം ദൈവമേ നിന്നെ പോലെ എന്നെ വിശുദ്ധനാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ആ സമയം നമ്മൾ ഇരിക്കാനുള്ള വട്ടക്കൂട്ടുകൾ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഓർക്കുക, സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധ റൂഹ ആവസിച്ചുകൊണ്ടിരിക്കുക. എന്റെയും നിങ്ങളുടെയും ഭവനത്തിലേക്ക് പരിശുദ്ധ റൂഹ ഇറങ്ങി വന്ന അനുഗ്രഹമാകണമെങ്കിൽ അവയെ സ്വീകരിക്കുവാൻ യോഗ്യമായ പാത്രമായ പ്രിയ കർത്താവെ എന്നെ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. ഇവ സ്വീകരിച്ചു കഴിയുമ്പോൾ ഞാൻ എന്തായി മാറും? പരിശുദ്ധ കുർബാന അനുഭവത്തിങ്കിലേക്ക് കടന്നു വരുമ്പോൾ ശുശ്രൂഷക്കാരൻ ചൊല്ലിത്തരുന്ന ഒരു പ്രാർത്ഥനയാണ്, എന്റെ കർത്താവെ നിന്നെ ഭക്ഷിപ്പാൻ എന്നെ യോഗ്യനാക്കണമേ. അവിടുത്തെ പരിശുദ്ധ ശരീരം ഭക്ഷിക്കുന്നത് മൂലം എന്നിലെ ദുർമോഹങ്ങൾ ഇല്ലാതെയാകണം. ജീവനുള്ള കാസായിൽ നിന്ന് ഞാൻ പാനീയം ചെയ്യുന്നതിനാൽ എന്റെ ദുർവികാരങ്ങൾ ഇല്ലാതെയാകണം. നമ്മൾ എന്തിനാ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്? ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി, പിന്നെ അച്ഛൻ ഫ്രീ ആയിട്ട് അതുവഴി വല്ലതും നടക്കണേ നമ്മൾ എന്ത് ചെയ്യും? ഇല്ല, പുറകിലാ നിൽക്കുന്നെങ്കിൽ ഒരൊറ്റ ഓട്ടോ എന്നാ അച്ഛാ പ്രാർത്ഥിച്ചു. എന്തിനാ? ദൈവത്തിന്റെ പരിശുദ്ധ കുർബാനയെ, സ്വർഗീയ അപ്പമായവനെ സ്വീകരിക്കുവാൻ കടന്നു വരുമ്പോൾ എന്തിനു വേണ്ടിയാ? എന്റെ കർത്താവേ, നിന്റെ പരിശുദ്ധ ശരീരം ഞാൻ ഭക്ഷിക്കുന്നത് മൂലം എന്നിലെ ദുർമോഹങ്ങൾ ഇല്ലാതെയാകണം. നിന്റെ ജീവനുള്ള കാസായിൽ നിന്ന് ഞാൻ പാനം ചെയ്യുന്നതിനാൽ, എനിക്കതിന് ഭാഗ്യം തന്നതിനാൽ എന്നിലെ ദുർവികാരങ്ങൾ ഇല്ലാതെയാകണം. എന്നാൽ മാത്രമേ കൈമുത്താൻ നേരത്തെ നമ്മൾ പാടുമല്ലോ, താതനിരുത്തും മേശയ്ക്കായി പരികർമ്മിക്കും സുതൻ. ഈ പരിശുദ്ധ കുർബാന എന്നിലെ എന്നെ വിശുദ്ധനാക്കി തീർക്കുമ്പോഴാണ് താതനിരുത്തുന്ന മേശയിൽ ഞാനും ഒരിക്കൽ ഇരിക്കുന്നത്. അവിടെ റൂക്കുദിശ പാറകിലീത്ത മുടി ചൂടിപ്പിക്കുകയും പുത്രൻ തമ്പുരാൻ നമ്മെ പരികർമ്മിക്കുകയും ചെയ്യുന്ന സമയത്ത്, നമുക്ക് വിളമ്പിത്തരികയും ചെയ്യുന്ന സമയത്ത് ഈ ജീവിതത്തിന്റെ പൊത്തുവരുത്ത കാര്യങ്ങളെല്ലാം ഒഴിഞ്ഞു പോകും.
നാം വിശുദ്ധിയുടെ പാത്രങ്ങളായി തീരണം. വീണ്ടും പരിശുദ്ധ കുർബാനയുടെ അവസാന നാഴികയിൽ പരിശുദ്ധ കുർബാന പടിഞ്ഞാറൊക്കെ എഴുന്നള്ളിച്ചുകൊണ്ട് ഒരു അച്ഛൻ വന്ന സമയത്ത് നമ്മളെല്ലാവരും ഭക്തന്മാരാ. അന്നേരം ഏത് പ്രാർത്ഥിക്കാത്തവരും പുറത്തു നിൽക്കുന്നവരും മരച്ചൊട്ടി നിൽക്കുന്നവരും ബദലിൽ ഇരിക്കുന്നവരും ഓടി ഇങ്ങോട്ട് വരും. എന്തിനു വേണ്ടിയാ? ഇവിടെ എന്തോ അത്യാഹിതം സംഭവിക്കുന്നു, ഇവിടെ എന്തോ വലിയത് സംഭവിക്കുന്നു എന്ന് മാത്രം നമുക്കറിയാം. എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു മഹാസത്യമുണ്ട്. കാൽവരി കുരിശിലേക്ക് എന്റെയും നിന്റെയും പാപത്തെ ചുമന്നുകൊണ്ട് നടക്കുന്ന കർത്താവിനെ കാണുവാൻ ഓരോ പരിശുദ്ധ കുർബാനയിലും ഒരു ഭക്തന് സാധിക്കേണ്ട നിമിഷമാണത്. ഗത്സമനിയിൽ എന്റെ നാഥൻ രക്തം വിയർക്കുന്നത്, ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്ന് പറഞ്ഞ് നുറുക്കുമ്പോൾ തന്നെ നുറുക്കുന്നത് ഓരോ ഭക്തനും ഓരോ കുർബാനയിലും എന്റെ ആത്മ നയനങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കുന്നുണ്ടോ? മറിച്ച് എന്റെ ചിന്തയുടെ ഭാരത്തെ നിവർത്തുവാൻ വേണ്ടി അവന്റെ തലയിൽ മുൾമുടി വെച്ചത് ഓരോ പരിശുദ്ധ കുർബാനയും പടിഞ്ഞാറൊക്കെ എഴുന്നള്ളിച്ചുകൊണ്ട് അച്ഛൻ വരുമ്പോൾ കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? എന്റെ പാപത്തെ വഹിച്ചുകൊണ്ട് അവന്റെ നിഷ്കളങ്കമായ ചുമലിൽ കുരിശുമായി അവൻ വീഴുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ടോ? എന്റെ പാപം നിറഞ്ഞ കൈയെ രക്ഷിക്കുവാൻ വേണ്ടി അവന്റെ കൈകളിൽ ആണിപ്പാടുകൾ ഏറ്റത് കാണുവാൻ സാധിക്കുന്നുണ്ടോ? എന്റെ നടപ്പിനെ ചൊവ്വാക്കാൻ വേണ്ടി നിർമ്മലമായ അവന്റെ കാലുകളിൽ മുറിവുകൾ അവൻ ഏറ്റുവാങ്ങിയത് കാണുവാൻ സാധിക്കുന്നുണ്ടോ? അവനെ കൽവറിയുടെ മുകളിൽ അവർ ക്രൂശിക്കുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ടോ? ഓരോ പരിശുദ്ധ കുർബാനയിലും ആ ക്രൂശീകരണത്തോടൊപ്പം ദൈവമേ എന്റെ കൈയെയും ഒന്ന് ക്രൂശിക്കണമേ, എന്റെ കാലിനെയും ഒന്ന് ക്രൂശിക്കണമേ, എന്റെ കണ്ണിനെയും എന്റെ ചിന്തയെയും എന്റെ ലോകമോഹത്തെയും ഒന്ന് ക്രൂശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ ഓരോ ഭക്തനും സാധിക്കുമ്പോഴാ ഈ കുർബാന നിമിത്തം അനുഗ്രഹം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അല്ലെങ്കിൽ അനുഗ്രഹത്തിന് പകരം ശാപമാകും എന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നത്. പരിശുദ്ധ കുർബാനയുമായി പുരോഹിതൻ നിൽക്കുമ്പോൾ അല്ലയോ പ്രിയപ്പെട്ട പിതാക്കന്മാരെ നമ്മൾ ഓർക്കണം. ജീവിതത്തിന്റെ കടുപ്പമേറിയ യാഥാർത്ഥ്യത്തിലും തന്റെ പുത്രൻ ഭൂമിയിൽ നിന്നെ അനുഭവിക്കുമ്പോഴും ആത്മസമയം പാലിച്ചുകൊണ്ട് സ്വർഗത്തിൽ മൗനമായിരിക്കുന്ന ഒരു പിതാവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മാതൃകയായി തീരുമ്പോഴാണ് പരിശുദ്ധ കുർബാന പിതാക്കന്മാരുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുന്നത്. അല്ലയോ അമ്മമാരെ, പരിശുദ്ധ കുർബാനയായി തന്റെ പുത്രൻ സ്വയമായി മുറിക്കപ്പെടുമ്പോൾ ഇഞ്ചിഞ്ചായി തന്റെ കൺമുന്നിൽ അവൻ തകർക്കപ്പെടുന്ന കാണുമ്പോൾ, അവൻ പിടഞ്ഞു മരിക്കുന്നത് കാണുമ്പോഴും സ്വർഗീയ പദ്ധതികളെ നിറവേറ്റുവാൻ വേണ്ടി മകനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അമ്മയെ ആ കുരിശിന്റെ ചുവട്ടിൽ കാണുവാൻ സാധിക്കണം. ജീവിതത്തിന്റെ പ്രശ്നങ്ങളിൽ മക്കൾക്ക് അനാവശ്യമായ കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് മക്കളെ നശിപ്പിക്കുക എന്നൊരു വാസന പുതിയ തലമുറയിലെ അമ്മമാർക്കുണ്ടാകുമ്പോൾ പരിശുദ്ധ അമ്മയെ പോലെ ദൈവ ഇഷ്ടത്തിന് യോഗ്യരായ മക്കളെ വളർത്തുവാൻ പ്രാപ്തി നൽകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന നിമിഷമായിരിക്കണം. പ്രിയ മക്കളെ, യുവതി യുവാക്കന്മാരെ, കേവലം 33 വയസ്സ് മാത്രമുള്ള യൗവനം തുളുമ്പുന്ന യേശുവെന്ന ഒരു യൗവനക്കാരൻ പിതാവിന്റെ മുൻപിൽ അനുസരണത്തോടുകൂടി ലോകത്തിനു വേണ്ടി പാപത്തെ ചുമക്കുന്നത് എത്രമാത്രം അനുസരണത്തോടുകൂടിയാണ്. അപ്രകാരം അനുസരണം ആ പുത്രനെ പോലെ ഓരോ കുർബാനയിലും എന്റെ മാതാപിതാക്കളെ അനുസരിക്കുവാൻ, എന്റെ സഭയുടെ ചട്ടങ്ങളെ അനുസരിക്കുവാൻ, എന്റെ വിശ്വാസത്തെ കാത്തുപാലിക്കുവാൻ, എന്റെ വചനങ്ങളെ അനുസരിക്കുവാൻ, മ്ലേച്ഛകരമായ ലോകത്തിൽ വിശുദ്ധിയുള്ള യൗവനക്കാരായി തീരുവാൻ ഓരോ പരിശുദ്ധ കുർബാനയിലും ആ പുത്രൻ തമ്പുരാൻ നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമ്പോഴാണ് ഓരോ കുർബാനയും അനുഗ്രഹപ്രദമായി തീരുന്നത്. ഓരോ പരിശുദ്ധ കുർബാനയിലും സമാധാനത്തോടെ കടന്നു പോകുവിനെന്ന് പറയുമ്പോൾ ദൈവിക സമാധാനം ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ സാധിക്കുമ്പോഴാണ് അനുഗ്രഹം നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരുന്നത്. അനുഗ്രഹവും ശാപവും നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുമ്പോൾ നാം എന്തിനെ തിരഞ്ഞെടുക്കണം? അനുഗ്രഹത്തെ തിരഞ്ഞെടുക്കണം. ഇന്നിന്റെ സന്ധ്യയിൽ നാം ഒന്നു ചേർന്നിരുന്ന് ദൈവസന്നിധിയിലായിരുന്നപ്പോൾ യഹോവയാം ദൈവം തന്റെ ജനത്തോട് പറഞ്ഞു, ഈ വഴിക്ക് മുൻപേ പോയിട്ടില്ലല്ലോ, നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ, നാളെ ഞാൻ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ഇവിടെ കൂട്ടിവരുത്തിയിട്ട് പറയുകയാണ്, പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ വചനം ഒരു മഴ പോലെ നിറയട്ടെ. മഴയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? പുതുമഴയ്ക്കൊരു പ്രത്യേകതയുണ്ട്. പുതുമഴ ഭൂമിയിലേക്ക് പെയ്തിറങ്ങുമ്പോൾ ഭൂമിയൊന്ന് നനയും. ഭൂമി നനഞ്ഞു കഴിയുമ്പോൾ ഉയരത്തിലേക്കൊരു സുഗന്ധം തരും, മണ്ണിന്റെ മണം. അതുപോലെ തന്നെ വചനം എന്റെയും നിങ്ങളുടെയും ഹൃദയത്തെ നനയ്ക്കട്ടെ. എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥനയാകുന്ന സുഗന്ധം, എന്റെ കർത്താവേ, എന്റെ പ്രാർത്ഥന നിന്റെ തിരുമുൻപാകെ സുഗന്ധ ധൂപം പോലെയാകുവാൻ ഈ വചനം എന്റെ ഹൃദയത്തെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. വീണ്ടും പുതുമഴ ഭൂമിയിലേക്ക് പെയ്തിറങ്ങുമ്പോൾ മരത്തിന്റെ ഉണങ്ങിക്കിടക്കുന്ന ചില്ലകൾക്കെല്ലാം ജീവൻ വെച്ച് പുതിയ നാമ്പുകൾ ഉണ്ടാകുന്നത് പോലെ എന്നിൽ മറഞ്ഞുപോയ ദൈവിക സ്വഭാവത്തെ ഒന്ന് പൊടിതട്ടി എടുക്കുവാൻ ഈ വചന കേൾവി മുഖാന്തരമായി തീരട്ടെ. വീണ്ടും പുതുമഴ ഭൂമിയിലേക്ക് പെയ്തിറങ്ങുമ്പോൾ പുതിയ മുകുളങ്ങൾ മരങ്ങളിൽ കാണുന്നത് പോലെ പുതിയ കൃപകൾ നിങ്ങളിൽ ഉണ്ടാകട്ടെ. വിത്തുകൾ ഭൂമിയിൽ നനഞ്ഞ് പുതിയൊരു
വചനത്തിനായിട്ട് ഒരു പുതിയ മരമായി തീരുന്നത് പോലെ അനേകർക്ക് തണലായി തീരുവാൻ, ക്രിസ്തുവിന് വേണ്ടി അനേകരെ വഹിക്കുവാൻ തക്കവണ്ണം നല്ലൊരു തണലായി തീരുവാൻ വചന കേൾവി മുഖാന്തരമായി തീരണമെങ്കിൽ നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിലേക്ക് വിട്ടുകൊടുക്കുക. കാരണം ജീവനും അനുഗ്രഹവും ദൈവം ഇന്ന് നമ്മുടെ കയ്യിലാണ് വെച്ചിരിക്കുന്നത്. ജീവനെ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അനുഗ്രഹം പ്രാപിക്കണം ഞാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ ഞാൻ എന്തു ചെയ്യണം? ജീവനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ എന്തു ചെയ്യണം? ജീവനും മരണവും എന്റെ മുൻപിൽ വെച്ചിരിക്കുമ്പോൾ എന്റെ നാവിനെ നിയന്ത്രിക്കണം. കർത്താവേ, എന്റെ ഭവനത്തിൽ, എന്റെ ദേശത്തിൽ, എന്റെ ദേവാലയത്തിൽ എന്റെ നാവിനെ നിയന്ത്രിക്കുവാൻ എന്റെ വായയ്ക്ക് പൂട്ടും കാവൽക്കാരനും താക്കോലുമായി നീ ആയിരിക്കണമേ. ദുഷ്ടൻ എന്റെ മുൻപിൽ ഇരിക്കുമ്പോൾ എന്റെ വായ കടിഞ്ഞാണിട്ട് കാത്തു സൂക്ഷിക്കുവാൻ എന്നെ ശീലിപ്പിക്കണമേ. പുതിയ വർഷം മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിങ്ങൾ നിരൂപിക്കുകയും വേണ്ട. ഇതാ കർത്താവ് പുതിയ അത്ഭുതങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുള്ള ദൈവം. ഭ്രമിച്ചു നോക്കേണ്ട, ഞാനാ നിന്റെ ദൈവം. ഞാൻ നിന്നെ എന്റെ ഉള്ളംകൈയിൽ വഹിച്ചിരിക്കുന്ന ദൈവമാ. നീ വെള്ളത്തിൽ കൂടി നടന്നാൽ അത് നിന്നെ മുക്കിക്കളയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ അത് നിന്നെ ദഹിപ്പിക്കുകയില്ല. കർത്താവായ യേശു തമ്പുരാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിയത് നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുക്കാനാ. മാലാഖമാരുടെ നാട്ടിൽ ക്രോവകൾ വഹിക്കുന്ന തേരിൽ അഗ്നിസിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന പിതാവിന്റെ വലതുഭാഗത്ത് നിന്ന് പുത്രൻ തമ്പുരാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് നമ്മോട് പറയുക, നീ നിന്നെ തന്നെ നിയന്ത്രിക്കുവേൻ. നിന്റെ നാവിനെയും ഹൃദയത്തെയും നിയന്ത്രിക്കുന്ന വഴി നിന്നെ തന്നെയും നിന്റെ തലമുറയ്ക്കും നീ ജീവനെ പകരുകയാണ്. രണ്ടാമതായി അനുഗ്രഹവും ശാപവും ഇതാ നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്നു. പ്രവൃത്തിയാൽ അനുഗ്രഹിക്കപ്പെടുവേൻ. മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്ന പ്രവൃത്തി എന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. മറ്റുള്ളവരെ സ്നേഹിക്കുന്ന, മറ്റുള്ളവരെ കരുതുന്ന മാതാപിതാക്കളായി തീരുവാൻ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. നമ്മളിൽ നിന്ന് നമ്മുടെ നല്ല പ്രവൃത്തികളെ മക്കൾ കണ്ടുപിടിക്കട്ടെ. രണ്ട് പ്രാർത്ഥനയിലൂടെ, വ്യക്തിപരമായ പ്രാർത്ഥന, കുടുംബപരമായ പ്രാർത്ഥന, കൂട്ടമായ ആരാധന, ഇവ മൂന്നും നമ്മുടെ ആത്മീയ ജീവിതത്തിന് യഹോവ നിസി, യഹോവയുടെ കൊടിയായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. വ്യക്തിപരമായ പ്രാർത്ഥനയിൽ എന്റെ സൃഷ്ടാവിനെ മുഖാമുഖം കണ്ട് കണ്ണുനീരുകൊണ്ട് അവന്റെ പാദങ്ങളെ കഴുകി പ്രഭാതത്തിലും പ്രദോഷത്തിലും ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്റെ തലമുറ കാണുമ്പോൾ മാത്രമാണ് അനുഗ്രഹിക്കപ്പെട്ട തലമുറ ഉണ്ടാകുന്നത്. രണ്ട് കുടുംബപരമായ പ്രാർത്ഥന, കുടുംബമായിട്ട് ഒന്നു ചേർന്ന് കഷ്ടത്തിലും ദുഃഖത്തിലും രോഗത്തിലും, കഷ്ടത്തിന്റെ അപ്പം അവൻ നമുക്ക് തന്നാലും ഞെരുക്കത്തിന്റെ വെള്ളം അവൻ നമ്മെ കുടിപ്പിച്ചാലും അവന്റെ കണ്ണെപ്പോഴും നമ്മെ കണ്ടുകൊണ്ടിരിക്കുമെന്ന് പറയുന്ന മാതാപിതാക്കളാകണം. ഇടത്തോട്ടോ വലത്തോട്ടോ പോകേണ്ടതെന്ന് നമ്മുടെ മക്കളെ തിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി ഭവനങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തിയാണ്. അങ്ങനെയുള്ള പിതാക്കന്മാരിൽ നിന്ന് വരും തലമുറയിലേക്ക് അത് കൊടുക്കുവാൻ തക്കവണ്ണം കുടുംബ പ്രാർത്ഥനകൾ മുഖാന്തരമാകട്ടെ. കൂട്ടമായ ആരാധന, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആരാധനയിൽ അവൻ അലസനായി തീർന്നാൽ ആത്മാവിനെ നശിപ്പിക്കുകയും അവനായിരിക്കുന്ന സമൂഹത്തിൽ അവൻ സമാധാനമില്ലാത്തവനായി തീരുകയും ചെയ്യും. എന്റെ ദൈവമേ, എന്നെ തന്നെ നിന്റെ തിരുസന്നിധിയിൽ ഞാൻ താഴ്ത്തി ഏൽപ്പിക്കുന്നു. എന്റെ ഹൃദയത്തിന്റെ എല്ലാ അന്ധതയും, എല്ലാ ദോഷത്തെയും, എല്ലാ അഹങ്കാരത്തെയും നീ നീക്കിക്കളഞ്ഞ് എന്നെ നിന്നെ പോലെ ഒന്ന് മുറിക്കണമേ. നീ എനിക്ക് വേണ്ടി മുറിക്കപ്പെട്ടതുപോലെ ഞാനിതാ നിന്റെ മുൻപിൽ ഒരു ബലിയായി, ഒരു ബലിവസ്തുവായി വന്നിരിക്കുന്നു. നീ എന്നെ വിശുദ്ധീകരിക്കണമേ. പുതിയൊരു വർഷം അനുഗ്രഹത്തിന്റെ വർഷമായി തീരുവാൻ, കൃപയുടെ വർഷമായി തീരുവാൻ, അത്ഭുതത്തിന്റെ വർഷമായി തീരുവാൻ ഞാനൊന്ന് മാറ്റപ്പെടട്ടെ. എന്റെ ആത്മീയ ജീവിതം ഒന്ന് മാറ്റപ്പെടുമ്പോൾ മാത്രമാണ്. എന്റെ വാക്കുകളെ നിർത്തട്ടെ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം ഓർമ്മിപ്പിക്കുന്നു. കാലാളുകളോടുകൂടി നീ ഓടി ക്ഷീണിച്ചു പോയാൽ കുതിരപ്പടയോടൊപ്പം എങ്ങനെ ഓടും? സമാധാനമുള്ള ദേശത്ത് നീ ഇങ്ങനെ നിർഭയനായി വസിച്ചാൽ യോർദാന്റെ വൻകാട്ടിൽ എന്തു ചെയ്യും? കാലാളുകൾ വസിക്കുന്ന ലോകത്തിൽ വീണ്ടും കേട്ട്, അടുത്ത വർഷം വന്നിട്ട് വീണ്ടും കേട്ട്, ഇതിനിടയ്ക്കൊരു കൺവെൻഷൻ വന്ന വീണ്ടും കേട്ട്, ഉള്ള നോയമ്പെല്ലാം എടുത്ത് ഇങ്ങനെ ഞാൻ എന്റെ ജീവിതം കഴിച്ചു കൂട്ടുക മാത്രമല്ല, കാലാളുകളോടുകൂടി ഓടി നീ ക്ഷീണിച്ചു പോയാൽ കുതിരപ്പടയോടൊപ്പം ഓടേണ്ട ഒരു ദിവസമുണ്ട്. അന്ന് ദേവാലയത്തിന്റെ നടുക്ക് നമ്മളെ ഇങ്ങനെ കിടത്തുമ്പോൾ വികാരിയും മുൻവികാരിയും അതിനു മുൻപുള്ള വികാരിയും ഒക്കെ കടന്നു വന്നിട്ട് പ്രാർത്ഥിക്കും, ഓയാറിൽ പതിയിരിക്കുന്ന ദുഷ്ടാത്മസേനയിൽ നിന്ന് ഈ ആത്മാവ് വഴുതി പോകട്ടെ എന്ന്. എന്നാൽ വെളിപാട് പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, കർത്താവിൽ മൃതരായവർ ഭാഗ്യവാന്മാർ, അവരുടെ പ്രവൃത്തി എത്രയെ അവരെ പിന്തുടരുന്നത്. നമ്മുടെ പ്രവൃത്തി നമ്മെ പിന്തുടരുമ്പോൾ കുതിരപ്പടയോടൊപ്പം എങ്ങനെ നമ്മൾ ഓടും? സമാധാനമുള്ള ഈ ദേശത്ത്, ദൈവം നൽകിയ ഈ ദേശത്ത്
നീ ഇങ്ങനെ നിർഭയനായി വസിച്ചാൽ ഒരിക്കൽ യോർദാന്റെ വൻകാട്ടിൽ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ കർത്താവെ ഇതാ ഞാനെന്ന് പറയുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പുതിയ വർഷത്തിൽ നമ്മെ ശുദ്ധീകരിക്കട്ടെ, നമ്മെ പ്രാപ്തരാകട്ടെ, നമ്മെ ജീവന യോഗ്യന്മാരാകട്ടെ, നമ്മെ അനുഗ്രഹിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മുടെ ഭവനത്തെയും നമ്മുടെ ജീവിതത്തെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ പുതിയ വർഷം അനുഗ്രഹത്തിന്റെ വർഷം, വിശുദ്ധിയുടെ വർഷമായി തീരട്ടെ. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനകളിൽ ബലഹീനരായ അടിയങ്ങളെ കൂടെ ഓർക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഇന്നിവിടേക്ക് കടന്നു വരുവാൻ നമ്മൾ ഒന്നിച്ചായിരിക്കാൻ ഇടവരുത്തിയ സർവശക്തനായ ദൈവത്തിന്റെ അളവറ്റ കൃപയ്ക്ക് മുൻപിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആയതിന് അവസരം തന്ന ഏറ്റവും ബഹുമാന്യനായ ഇടവകയുടെ വികാരി അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. അനുവാദം കൊടുത്ത കമ്മിറ്റിയോടുള്ള നന്ദി അറിയിക്കുന്നു. ഇത്രയും നേരം നിദ്ര പ്രാപിക്കാതെ ഉണർന്നിരുന്ന എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും പുതുവത്സരത്തിന്റെ എല്ലാ നന്മകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.